പുതിയ ഉടമ്പടി ഇതാണ് കവനന്റിന്റെ, ന്യൂ കവനന്റിന്റെ വെളിപ്പാടുകളാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ന്യൂ കവനന്റിന്റെ മീലാണ് നമ്മൾ കഴിക്കുന്ന കത്രിമേശ. ന്യൂ കവനന്റിന്റെ അടയാളമാണ് നമ്മൾ ഏറ്റ സ്നാനം. ന്യൂ കവനന്റിൽ കൂടെ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാക്തത്വമാണ് റിയൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ കത്രിമേശ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ, ന്യൂ കവനന്റ് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ കത്രിമേശ എന്താണെന്ന് അറിയില്ല. കത്രിമേശ ന്യൂ കവനന്റ് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ സ്നാനം എന്താണെന്ന് അറിയില്ല. സ്നാനവും കത്രിമേശയും എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് അവനെ പോലെ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ അവകാശങ്ങളൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. പിന്നെ നമ്മൾ എന്തോ ചെയ്യുന്നേ? നമ്മൾ പ്രാർത്ഥിക്കുന്നു, കുറച്ച് നന്മകളോ കുറച്ച് വഴികളോ കുറച്ച് വാതിലുകളോ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുറെ കാര്യങ്ങൾ നടക്കുന്നു, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു, ചെറുതൊക്കെ. റിയൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്ങുകളോ ദൈവിക പർപ്പസുകളോ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. കാരണം നമ്മൾ എന്താണ് ദൈവം ഈ ഭൂമിയിൽ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ജീവിതമെന്ന് അറിയുന്നില്ല. അവന് അടുത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മുടെ ലൈഫിൽ നമ്മൾ വന്നിരിക്കുന്നത്, നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന തോട്ട് എന്ന് പറയുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് സ്വർഗത്തിൽ പോകാനാണ്. ഈ ചിന്തയെ പൊളിച്ചു കളയണം. സ്വർഗത്തിൽ പോകോ ഉറപ്പുള്ള കാര്യമാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഭൂമിയിൽ നമുക്ക് ജയകരമായൊരു ജീവിതമുണ്ട്. ഈ ഭൂമിയിൽ ദൈവം നമ്മളെ വാഴാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പർപ്പസ് നിവർത്തിക്കാനുണ്ട്. അപ്പന്റെ വീട്ടിൽ പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നിവർത്തിച്ചു വേണം പോകാനായിട്ട്. ഓക്കെ, ഞാൻ അവിടെ നിൽക്കുന്നു. ആ ഭാഗം ഞാൻ വിടുന്നു, പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ആവർത്തിക്കുന്നില്ല. ഇന്ന് രാവിലെയാണോ രാത്രിയാണോ, ഇപ്പം അവിടെ രാത്രി, ഇവിടെ എനിക്ക് നല്ല വെളുപ്പ് നേരം എടുത്ത പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ കർട്ടൻ ഇപ്പോൾ പൊക്കി വെച്ചോളൂ. ഞാൻ ഇവിടുത്തെ 5 മണിക്ക് എഴുന്നേറ്റാണ് കേട്ടോ, പക്ഷെ ഇപ്പോഴാണ് ഈ കർട്ടൻ പൊക്കിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ നേരം എടുത്ത പോലെ തോന്നുന്നുള്ളൂ. ഓക്കെ, പുതിയ നിയമത്തിന്റെ ഉടമ്പടിക്കകത്ത് 3 വാക്തത്വം, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൃത്യമായിട്ട് മനസ്സിലായോ? പുതിയ ന്യൂ കവനന്റിനകത്ത് 3 പ്രധാനപ്പെട്ട വാക്തത്വങ്ങളാണുള്ളത്. ഇത് നിങ്ങളുടെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഇത് പറയാൻ നിങ്ങൾ പഠിക്കണം. 3 വാക്തത്വങ്ങളാണ് ന്യൂ കവനന്റിനകത്ത് പ്രധാനമായിട്ടുള്ളത്. 3 വാക്തത്വങ്ങളാണ് ന്യൂ കവനന്റിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു. ഒന്ന്, നിങ്ങളുടെ പാപക്ഷമ, അർത്ഥാൽ നിങ്ങളുടെ നീതീകരണം, നിങ്ങളുടെ നീതി, നിങ്ങൾ ദൈവത്തിന്റെ നീതിയാക്കപ്പെട്ടിരിക്കുന്നു. ഇത് പുതിയ ഉടമ്പടിയുടെ വാക്തത്വമാണ്. പാപക്ഷമ, എബ്രായ ലേഖനം 8:10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് അവിടെയുണ്ട്. 3 വാക്തത്വങ്ങൾ അവിടെയുണ്ട്. 2, നിങ്ങൾക്ക് അവന്റെ ജീവൻ, അവന്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ അവന്റെ ചട്ടങ്ങളിൽ നടക്കും. നിങ്ങൾ അവന്റെ പ്രമാണം നിങ്ങളുടെ അകത്തു നിന്ന് നിങ്ങളെ പ്രമാണത്തിൽ നടത്തിക്കുമാറാക്കും. ഓക്കെ, അപ്പൊ അർത്ഥാൽ നിങ്ങൾക്ക് അവന്റെ സ്വഭാവം ഉണ്ടാകും. 3, നിങ്ങൾ ദൈവത്തെ ആരും അറിയാത്ത ആത്മാവായ ദൈവത്തെ, നിത്യനായ ദൈവത്തെ, തേജോമയനായ ദൈവത്തെ, ആ ദൈവത്തെ ശരീരത്തിലിരിക്കുന്ന നിങ്ങൾക്ക് അവനെ ഗിനസ്കോ ആയിട്ട്, അതായത് ഈ ഭൂമിയിൽ 2 വ്യക്തികൾ തമ്മിൽ അടുത്തറിയുന്നതിനേക്കാൾ ആഴമായി നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ പറ്റും. ഇത് 3 ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട 3 വാക്തത്വങ്ങൾ, ന്യൂ കവനന്റിനകത്തുള്ള വാക്തത്വങ്ങൾ. ഈ ന്യൂ കവനന്റിനകത്തുള്ള ഈ വാക്തത്വം, കവനന്റിൽ ഇത് വാക്തത്വമായിരുന്നെങ്കിൽ യേശുക്രിസ്തു മരിക്കുന്നത് വരെ ഇത് നമുക്ക് ഒരു വിൽപത്രം എഴുതിയ പിതാവ് എഴുതിയ വാക്തത്വം പോലെ, പിതാവ് ഈ ഉടമ്പടി പ്രഖ്യാപിച്ചപ്പോൾ യഹോവയാം ദൈവം ഇത് ഉടമ്പടിയായിട്ട് വാക്തത്വമായിട്ട് പ്രഖ്യാപിച്ചു ഉടമ്പടിക്കകത്ത്. എന്നാൽ യേശുക്രിസ്തു മരിച്ചപ്പോൾ ഈ വാക്തത്വങ്ങൾ, കവനന്റിന്റെ പ്രൊമൈസസുകൾ, കവനന്റിനകത്തുള്ള വാക്തത്വങ്ങൾ ഇപ്പോൾ വാക്തത്വമല്ല. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വിൽപത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് അവകാശമാണ്. അവകാശം നിങ്ങൾ ഉപയോഗിക്കുന്നത് എഫർട്ടിനാലല്ല, അധ്വാനത്താലോ പരിശ്രമത്താലോ അല്ല. ലീഗൽ ഡോക്യുമെന്റ്സ് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളുടേതായി മാറുകയാണ്. അർത്ഥാൽ ഇപ്പോൾ കർത്താവ് ആരാണ്? ഒന്ന്, നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ, പിതാവാന്തയും കവനന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്തത്വങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വാക്തത്വങ്ങളല്ല. ഇപ്പോൾ നിങ്ങൾക്കത് നിവർത്തിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്, ഫാക്റ്റുകളാണ്. അർത്ഥാൽ നീതീകരണം ഇപ്പോൾ വാക്തത്വമല്ല. ജീവൻ നിങ്ങളുടെ അകത്ത് വരും, അത് വാക്തത്വമല്ല. നിങ്ങൾക്ക് അവനെ അറിയാം, അത് വാക്തത്വമല്ല. ഇപ്പോൾ അത് നടന്നിരിക്കുകയാണ്.
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അറിയേണ്ടത് നമ്മളുടെ വിശ്വാസം വർദ്ധിക്കണം. എങ്ങനെ വിശ്വാസം വർദ്ധിക്കും? വിശ്വാസം വർദ്ധിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴാണ്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കണ്ടോ? അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ വചനം കൃത്യമായ റൂട്ടിൽ നിങ്ങൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ വചനം നിങ്ങൾ കൃത്യമായ റൂട്ടിൽ നിങ്ങൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ മേഖലകൾ മുഴുവൻ നിങ്ങൾക്ക് അനുഭവിക്കാം. ഓക്കെ, അപ്പൊ ഇനി ഇതിനകത്ത് നിങ്ങളുടെ അകത്ത് ദൈവാത്മ ചെയ്യുന്ന പ്രോസസ് പറയാൻ പോവുകയാണ്. ആരെങ്കിലും ഒരാൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇത് മൂന്നും ഒന്ന് പറഞ്ഞു, ഈ മൂന്ന് വാക്തത്വങ്ങൾ ഒന്ന് പറഞ്ഞ്, ആരെങ്കിലും ഒരാൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഈ മൂന്ന് വാക്തത്വങ്ങൾ ഒന്ന് പറഞ്ഞ്, എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോകണമെന്ന് ആലോചിക്കാം. കണ്ടോ? ഒരാളില്ല പറയാൻ. ഒന്നാമത്തെ വാഗ്ദത്തം, ദൈവം നമുക്ക് പാപക്ഷമ തന്നു, നമ്മളെ നീതീകരിച്ചു, നമ്മളെ നീതിയാക്കി. ഓക്കെ. രണ്ടാമത് അവന്റെ ജീവൻ നമ്മളിൽ പകർന്ന്, അതായത് അവന്റെ വചനം നമ്മുടെ ഉള്ളിലാക്കി അതിൽ നമ്മളെ നടത്തുമാറാക്കുന്നു. അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി ഞാൻ അവരെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇത് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞു. എന്നാൽ എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ എന്റെ എന്റെ നിയമങ്ങൾ, നിയമമല്ല, ഏകവചനമല്ല, നിയമങ്ങൾ. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും യിരെമ്യാവിന്റെ പുസ്തകത്തിലുള്ള പ്രവചനം എടുത്തെഴുതിയപ്പോൾ എന്നുള്ളിടത്ത് ലോസ് എന്നാക്കി വെച്ചു. ഞാൻ എന്റെ നിയമങ്ങൾ, ഒരു ഭാഗത്ത് നിയമങ്ങൾ ഞാൻ അവരെ മനസ്സിൽ ആക്കിയിട്ട് ഹൃദയത്തിൽ എഴുതുമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു ഹൃദയങ്ങളിലാക്കിയിട്ട് മനസ്സിൽ എഴുതും. കണ്ടോ? അപ്പോൾ ഹൃദയത്തിലാക്കി മനസ്സിലാക്കി ഹൃദയത്തിൽ എഴുതുമ്പോൾ നമ്മുടെ ആന്തരിക മേഖലകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻവാർഡ് പാർട്സിൽ, നമ്മുടെ ദേഹിയിൽ ഈ എഴുത്ത് നടക്കുമ്പോഴാണ് നാം അവനെ പോലെ ആകുന്നത്. കേട്ടോ? ഇത് രണ്ടാമത്തെ ഭാഗമാണ്. പറഞ്ഞു മിമിച്ചേച്ചി, മൂന്നാമത്തെ ഭാഗം ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ, ദൈവത്തെ ആരും അറിയാത്തതുപോലെ നമ്മൾ അവനെ അറിയും. ആരും നമ്മളെ ഉപദേശിക്കേണ്ടാത്ത പോലെ നമ്മൾ ഈ തേജോമയനായ മഹത്വധാരിയായ ദൈവത്തെ നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിച്ചറിയാൻ തുടങ്ങും. സ്തോത്രം. അപ്പൊ ഇത് മൂന്നുമാണ് കവനന്റിന്റെ അകത്തുള്ള വാക്തത്വങ്ങൾ എന്ന് പറയുന്നത്, ന്യൂ കവനന്റിനകത്തുള്ള വാക്തത്വങ്ങൾ. ഇനി ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ഇപ്പോൾ ഈ വാക്തത്വങ്ങൾ നമുക്ക് വാക്തത്വമാണോ, നമ്മുടെ അവകാശമായി മാറിയോ? ഈ അവകാശം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, ഇത് നമ്മുടെ അധ്വാനത്താൽ അല്ലെന്ന് അറിയണം. അയ്യോ, ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക തലത്തിലേക്ക് വളരാൻ. ഒരിക്കലും വളരില്ല. എപ്പോഴാണോ പരിശ്രമം നിർത്തുന്നത് അപ്പോഴേ നീ ശരിയാവുള്ളൂ. അപ്പൊ നമ്മൾ കേൾക്കുന്ന പ്രസംഗം മൊത്തം എന്താ? നീ കരയണം, നീ നിലവിളിക്കണം, നീ പരിശ്രമിക്കണം, നീ ഉറണം, നീ അത് ചെയ്യണം, ഇത് ചെയ്യണം. എപ്പോഴാണോ നീ അവനെ പോലെ ആകാനായിട്ട് പരിശ്രമിക്കുന്നത് അത് നിർത്തണം. പരിശ്രമത്താൽ നിങ്ങൾക്ക് ഒരിക്കലും കർത്താവിനെ പോലെ ആകാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞാൽ ഡൗട്ട് വന്നോ? ഡൗട്ട് വന്നെങ്കിൽ ചോദിച്ചു. പക്ഷെ അങ്ങനെയല്ലല്ലോ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്താലേ ശരിയാകുള്ളൂ എന്നാണല്ലോ. നിങ്ങളുടെ പരിശ്രമത്താൽ നിങ്ങൾക്ക് യേശുവിനെ പോലെ ആകാൻ പറ്റുമോ? ബീന ഫിലിപ്പ് സിസ്റ്റർ, എനിക്ക് വീഡിയോ കാണിച്ചത് കുറച്ച് പേരെ കാണാനുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് അകത്ത് കയറാൻ വേണ്ടിയാ ഞാൻ ഒന്ന് പറയുന്നത്. ഇതങ്ങനെ പറഞ്ഞു പോയാൽ കയറില്ലാത്തതുകൊണ്ടാണ് ഒന്ന് നിങ്ങളുമായിട്ടൊരു ആശയവിനിമയം നടത്താൻ താല്പര്യപ്പെടുന്നത്. ഇല്ല, ഇത് എപ്പോഴാണോ നിങ്ങൾ സമ്മതിക്കുന്നത്? നിങ്ങൾ ബൈബിൾ പഠിച്ചോ, നല്ല കാര്യമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോ, നല്ല കാര്യമാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി ഓടിക്കോ, നല്ല കാര്യമാണ്. കൺവെൻഷൻ നടത്തിക്കോ, ഉപവാസ പ്രാർത്ഥന നടത്തിക്കോ, ബൈബിൾ ക്ലാസ് നടത്തിക്കോ, എന്ത് ചെയ്താലും ചെയ്യുന്നതിനാൽ നിങ്ങൾ യേശുവിനെ പോലെ ആകില്ല. ഇപ്പൊ പറഞ്ഞ ഡൗട്ട് വന്നോ? യേശുവിനെ പോലെ ആകുന്നവരിൽ നിന്ന് പ്രവർത്തികൾ വെളിപ്പെടും.
അതിനവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, കാറ്റർസൊമ എന്നൊരു ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ അകത്ത് നടന്നതിനെ പുറത്തു കൊണ്ടുവരും. അത് അകത്തു വരുന്ന, അകത്തുണ്ടാകുന്ന വളർച്ച പുറമെ സ്വഭാവമായിട്ട് വെളിപ്പെടും. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്തറിയാമോ, നമ്മൾ ഈ സ്വഭാവം പുറമെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇതിനകത്ത് ആരും യേശുവിനെ പോലെ ആകാത്തത്. ആരുമല്ല, ഭൂരിഭാഗം ആൾക്കാരും. ചിലപ്പോൾ ആൾക്കാരാവുന്നവരുണ്ടാവും, ഞാൻ ആരും ഒന്നും പറയില്ല. ഓക്കെ, തിരിച്ചു വരികയാണ്. ഇനി എന്റെ ചോദ്യം, കർത്താവ് പറഞ്ഞില്ല, അപ്പം നിയമം എന്റെ ഉള്ളിലാക്കും, നിയമം നിങ്ങളുടെ ഉള്ളിലാക്കുമെന്നാണ് യിരെമ്യാവ് പ്രവചിച്ചത്. നിയമം ആക്കുന്നു തന്നെയാണ് എബ്രായ ലേഖനത്തിൽ കർത്താവ് പറഞ്ഞത്. പക്ഷെ പൗലോസ് പറഞ്ഞത്. എന്നാൽ കർത്താവിന്റെ വാക്കെടുത്ത് നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം 39-ാമത്തെ വാക്യം എടുത്ത്. യോഹന്നാന്റെ സുവിശേഷം 38-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം, 7-ാം അധ്യായത്തിന്റെ 38-39 വാക്യം വായിച്ചു നോക്കി. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ആ വാക്യം ഏതാണ്? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ നിക്ക് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് എന്തൊഴുകും? ജീവജല നദികൾ, ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഞാൻ ഈ മൈക്ക് വിട്ട് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കുറവ് വരുന്നില്ലല്ലോ, സൗണ്ട് വ്യത്യാസം വരുന്നില്ലല്ലോ. എനിക്ക് പറയണം കേട്ടോ, സൗണ്ട് കുറയുന്നുണ്ട്. ഞാൻ മൈക്ക് ഇച്ചിരി നീക്കി വെച്ച, ഇതിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഒന്നും കൂടെ സൗണ്ട് കൂടുന്നുണ്ട്. പക്ഷെ ഇതെന്റെ മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് ഏതാണ്ട് കൂടിനകത്തിരിക്കുന്ന പോലെ തോന്നുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇച്ചിരി നീക്കി വെച്ചതാ. നാളെ അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പറഞ്ഞോന്നേ, കണ്ടോ, നദികൾ ഒഴുകും. ആരെ അകത്തുനിന്ന്? വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന്. പക്ഷേ അവിടെ കർത്താവ് ഒരു പദമുണ്ട്. 30-ാം വാക്യം നിങ്ങൾ വായിച്ചു, 30-ാം വാക്യം വായിച്ചു നിങ്ങൾ. വാക്യം 37. ഉത്സവത്തിന് മഹാദിനമായി ഉടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നിക്ക് അവിടെ നിൽക്കണം. അപ്പൊ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കണം. അപ്പൊ ദാഹിക്കുന്നവൻ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ യേശുവിൽ നിന്ന് അവൻ കുടിക്കാൻ തുടങ്ങും. കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് അവന്റെ അകത്ത് വിശ്വാസം ഉണ്ടാകുന്നത്. വിശ്വസിക്കുമ്പോഴാണ് ജീവജലത്തിന്റെ നദി ഒഴുകുന്നത്. അപ്പൊ ആദ്യം എന്തുണ്ടാകണം? പറയുന്നേ, ദാഹം. ആദ്യം ഉണ്ടാകേണ്ടത് ദാഹമാണ്. നിങ്ങൾക്ക് ഇടയ്ക്ക് വിശപ്പില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്ക് വിശപ്പില്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിനകത്ത് ഭയങ്കര ടെൻഷൻ വന്നാൽ നിങ്ങൾക്ക് വിശപ്പില്ലാണ്ടാവില്ലേ? നിങ്ങൾക്ക് നല്ല പനി പിടിച്ചാൽ നിങ്ങൾക്ക് വിശപ്പില്ലാതാകില്ലേ? അപ്പം ഒരു വ്യക്തിക്ക് വിശപ്പുണ്ടെങ്കിൽ മാത്രമേ അവൻ യേശുവിന്റെ അടുക്ക് വരുള്ളൂ, അല്ലെങ്കിൽ ദാഹമുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. ദാഹമുള്ളവൻ യേശുവിന്റെ അടുക്ക് വരുമ്പോൾ, അവൻ യേശു കൊടുക്കുന്ന വെള്ളം കുടിക്കുമ്പോൾ അവന് വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസത്താൽ അവന്റെ അകത്തു നിന്നാണ് അവൻ ഒഴുകാൻ തുടങ്ങുന്നത്. അപ്പൊ ആദ്യം ഉണ്ടാക്കേണ്ടത് എന്താണ്? ആദ്യം ഉണ്ടാക്കേണ്ടത് എന്താണ്? ദാഹമാണ്. അപ്പൊ ദാഹമില്ലാത്തവർ എന്ത് ചെയ്യും? ദാഹമില്ലാത്തവരോട് ഇപ്പൊ നദി ഒഴുകുന്നു പറഞ്ഞാൽ ഒന്നും ഒരു കാര്യമില്ല. ദാഹമില്ലാത്തവർക്ക് ആദ്യം ദാഹം ഉണ്ടാക്കുന്ന ട്രീറ്റ്മെന്റ് ചെയ്യണം. വിശപ്പില്ലാത്തൊരു വ്യക്തിയെ, ദാഹമില്ലാത്തൊരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ദാഹം എങ്ങനെ വർദ്ധിപ്പിക്കാം, അവരുടെ വിശപ്പ് എങ്ങനെ വർദ്ധിപ്പിക്കാം. ദാഹവും വിശപ്പും വർദ്ധിപ്പിക്കാതെ അവരോട് പുത്രത്വം പറഞ്ഞാലും, കിങ്ഷിപ്പ് പറഞ്ഞാലും, നീതി പറഞ്ഞാലും, ഉണർവ് പറഞ്ഞാൽ അവര് പറയും, എന്റെ പൊന്നു പാസ്റ്റേ, ഉണർവ് എന്ത് ഉണർവ് എന്റെ പൊന്നു പാസ്റ്റേ, എന്തെങ്കിലും ഒരു വിഷയം ഞങ്ങളുടെ ജീവിതത്തിൽ പരിഹാരം ഉണ്ടാകുമോ? ഞങ്ങൾക്ക് അതാണ് അറിയേണ്ടത്. അപ്പൊ ദാഹം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? നമുക്കാർക്കും ദാഹം ഉണ്ടാക്കിക്കാൻ പറ്റില്ല. ദാഹം ഉണ്ടാക്കിക്കാൻ പറ്റിയ പരിപാടി ശരിക്കും നാം ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവാത്മാവ് ചിലരകത്തേക്ക് ദൈവാത്മാവ് സ്വപ്നങ്ങൾ നൽകും, ദൈവാത്മാവ് വെളിപ്പാടുകൾ നൽകും, ദൈവാത്മാവ് സംസാരിക്കാം. അപ്പൊ ദാഹം ഉണ്ടാക്കുന്നു ആരാ? നിങ്ങൾ ഈ വചനം പഠിക്കാൻ കാരണം എന്താ? നിങ്ങൾ ഈ വചനം പഠിക്കാൻ കാരണം
നിങ്ങളുടെ അകത്തൊരു ഉണർവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ദൈവാത്മാവ് കാണിച്ച കാഴ്ചയെ കുറിച്ചോ നിങ്ങൾക്ക് ജയാളികളായി ജീവിക്കണമെന്നൊരു ആഗ്രഹം വന്നതിനാലല്ലേ? ഞാനിത് പഠിച്ചതും പഠിപ്പിക്കുന്നതും വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. എന്റെ അകത്തൊരു ആഗ്രഹം വന്നു, തൃശ്ശൂര് ലക്ഷങ്ങൾ യേശുവിനെ കാണണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് എന്നെ സ്വപ്നങ്ങൾ കാണിക്കാൻ തുടങ്ങി. ദൈവാത്മാവ് എന്നെ ദർശനങ്ങൾ കാണിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ദൂതൻ എന്റെ മുറിക്കകത്ത് വന്ന് ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ ദാഹം ആദ്യം ഉണ്ടാകുന്നത് ഒരു അത്ഭുതത്താലാണ്, ഒരു അടയാളത്താലാണ്. മരിക്കാൻ കൊണ്ടുവന്ന് വെച്ച ജോയി എഴുന്നേറ്റ് നടക്കുന്ന കണ്ടപ്പോൾ എന്റെ അകത്തൊരു ഉറപ്പ് വന്നു, ഈ ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ ആ ദൈവത്തെ ഈ പട്ടണം അറിയണം. വ്യത്യസ്ത നിലയിലാണ് ദൈവാത്മാവ് നിങ്ങളുടെ അകത്ത് ദാഹം ഉണ്ടാക്കുന്നത്. ചിലർക്ക് തകർന്നു കിടക്കുന്ന യൗവനക്കാരെ കുറിച്ച് ഭയങ്കര ദാഹം വരും. ചിലർക്ക് നോക്കിയേ തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ കുറിച്ച് ഭയങ്കര ദാഹം വരും. നിങ്ങളുടെ അകത്ത് എന്തിനെ കുറിച്ചാണോ ദാഹം ഉണ്ടാകുന്നത് അത് നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നടന്ന സംഭവങ്ങളുമായിട്ട് ബന്ധമുണ്ടാകാം. ഓക്കെ, ഞാൻ അവിടെ നിൽക്കുന്നില്ല. അപ്പൊ ഒറ്റ കാര്യം, നിങ്ങളുടെ അകത്ത് ഒരു സ്പിരിച്വൽ ആഗ്രഹം വരുന്നുണ്ടോ? ഒരു ആഗ്രഹം. നിങ്ങളുടെ അകത്ത് ദൈവാത്മാവിലാണ് ഒരു ജനതയെ നേടണം. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് കർത്താവിന്റെ സ്പർശനം ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഡൗട്ട് വന്നോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മേഖല നിങ്ങൾക്ക് ഡൗട്ട് വന്നോ? ദൈവാത്മാവ് നിങ്ങളുടെ ആഗ്രഹത്തെ വർദ്ധിപ്പിക്കും. ദൈവാത്മാവ് നിങ്ങളുടെ ആഗ്രഹത്തെ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന അവസ്ഥകളുടെ മടിയിൽ നിങ്ങളെ കൊണ്ടുവിടും. അത് ദൈവം അനുവദിക്കാതെ ഒന്നും വന്നിട്ടില്ല. എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആദ്യം വന്നത് രോഗമാണ്, രണ്ടാമത് വന്നത് സാമ്പത്തിക തകർച്ചയാണ്, മൂന്നാമത് വന്നത് ഒറ്റപ്പെടലാണ്, നാലാമത് വന്നത് ഞാൻ ആകമാനമായി തകർന്നുപോയി. എല്ലാം കൊണ്ട് മൊത്തത്തിൽ എന്റെ ഫൈനാൻഷ്യൽ മേഖല മുഴുവൻ തകർന്നുപോയി. ജീവിതം മുഴുവൻ തകർച്ചയുടെ വാക്കിലേക്ക്, തകർച്ചക്കകത്തേക്ക് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വന്നപ്പോൾ അതിന്റെ നടുവിലാണ് ഞാൻ ഈ അത്ഭുതം കാണുന്നത്. അവന്റെ മടുവിലാണ് ഞാൻ ദൈവത്തിന്റെ നിയോഗങ്ങൾ അനുഭവിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാൻ പോവുകയാണ്. നമ്മുടെ അകത്തുള്ള ലൈഫിന്റെ വളർച്ച ഇന്ന് രാത്രി അല്പനേരം നമ്മൾ തൊടാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും ദൈവം അറിഞ്ഞാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു തകർച്ചയും ഒരു നഷ്ടവും ഒരു കടഭാരവും ഒരു പ്രശ്നവും ദൈവം അറിയാമുണ്ടായിട്ടില്ല. അപ്പൊ എന്തിന് ദൈവം തന്നെ അനുവദിച്ചത് നിന്നെ ദൈവത്തിന് പണിയാൻ വേണ്ടിയാണ് ദൈവം അനുവദിച്ചത്. എങ്ങനെ പണിയാൻ? അവന്റെ ജീവനാൽ പണിയാൻ വേണ്ടിയിട്ടാണ്. നിന്റെ മുമ്പിലുള്ള എല്ലാ വഴികളും അടയുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുക. കർത്താവെ, എല്ലാ വഴിയും അടഞ്ഞവനായ സ്തോത്രം, അവനെ മാത്രം ആഗ്രഹിക്കാൻ തുടങ്ങുക. ഓക്കെ, നമ്മൾ ഇനി ദൈവത്തിന്റെ പ്രോസസ്സിലേക്ക് വരികയാണ്. നിങ്ങളുടെ അകത്ത് നടക്കുന്ന ലൈഫിന്റെ വളർച്ചയുടെ പ്രോസസ്സിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ ഈ ലൈഫ് നിങ്ങളുടെ അകത്തുണ്ടോ? ഇപ്പോ നിങ്ങളുടെ അകത്ത് കർത്താവിന്റെ ഈ ജീവൻ നിങ്ങളുടെ ആത്മാവിലുണ്ടോ? ഉണ്ട്. ഈ ജീവൻ നിങ്ങളുടെ ശരീരത്തിലൂടെ ഇപ്പൊ പൂർണ്ണ രീതിയിൽ വെളിപ്പെട്ടോ? ഇല്ല, വെളിപ്പെട്ടിട്ടില്ല. ഇത് നമ്മൾ ആദ്യം സമ്മതിക്കുക. ഒരു അഭിനയവും വേണ്ട. നമ്മുടെ അകത്ത് ഇത് പൂർണ്ണതയോടെ വെളിപ്പെട്ടിട്ടില്ല. ഇത് നമ്മുടെ ആത്മാവിലുണ്ട്. ഇനി ആത്മാവിലുള്ള ഈ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഇത് വെളിപ്പെടുവാൻ ദൈവാത്മാ ഒരു പ്രോസസ് വെച്ചിട്ടുണ്ട്. ആ പ്രോസസ് നമുക്കറിയാം. നമ്മൾ പറഞ്ഞതാണ് അത് യെഹെസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിച്ച് 25, 26, 27 വാക്യങ്ങൾ വായിച്ചു. 25, 26, 27 വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെ, സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. മതി. നമുക്ക് അവിടെ നിന്ന് കേൾക്കാമല്ലോ നിങ്ങൾക്കിപ്പം. ഓക്കെ, ഞാൻ പല രീതി ടെസ്റ്റ് നോക്കാം. എന്റെ തലയ്ക്കകത്ത് ഈ ഇയർഫോൺ അല്ല ഹെഡ്ഫോൺ വെച്ചപ്പോൾ ഞാൻ ഏതാണ്ട് മറ്റേ ശൂന്യാകാശത്തില്ല ബഹിരാകാശത്തിലേക്ക് പോകുന്ന പോലെ തോന്നുന്നു എനിക്ക്. അപ്പോൾ അത് ഞാൻ ഊരി വെച്ചു. അപ്പോൾ ഓക്കെ, പല രീതി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ശ്രദ്ധിക്കൂ, 2 പ്രധാനപ്പെട്ട മേഖല നമ്മൾ ഇന്ന് രാത്രി കാണാൻ പോവുകയാണ്. ഒന്ന്, യെഹെസ്കേലിന്റെ പുസ്തകത്തിന്റെ അകത്ത്
36 അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ 5 പ്രധാനപ്പെട്ട കാര്യം കാണാം. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളത് നിങ്ങളുടെ അകത്ത് മെൻഷൻ ചെയ്ത 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ആന്തരിക വളർച്ചയിൽ, ന്യൂ കവനന്റിനകത്തുള്ള വളർച്ചയിൽ നിങ്ങളുടെ അകത്ത് നടക്കുന്നത് ദൈവാത്മാവ് ഈ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഒന്ന്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം പളിക്കും. 2, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. 3, ഞാൻ പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. 4, കല്ലായുള്ള ഹൃദയം ഞാൻ മാറ്റി ഞാൻ നിങ്ങൾക്ക് മാംസലമായൊരു ഹൃദയം വരും. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസലമായൊരു ഹൃദയം വരും. 4, 5, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഈ 5 വാക്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ ഈ 3 വാക്യത്തിനകത്തുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയ, ഒരാളൊന്ന് വായിച്ചു, ഒന്നുകൂടെ വായിച്ചു, എല്ലാവരും ആ വാക്യങ്ങൾ ശ്രദ്ധിക്കണേ. ഇതാണ് ന്യൂ കവനന്റിനകത്ത് നമ്മുടെ അകത്ത് നടക്കുന്ന പ്രോസസ്സിൽ, പ്രക്രിയക്കകത്ത് നടക്കുന്ന 5 കാര്യങ്ങൾ. 1, ഞാൻ നിർമ്മല ജലം നിങ്ങളുടെ മേൽ തളിക്കും. ഒന്ന് വായിച്ചു, ഒരാളൊന്ന് വായിച്ചു. ആരുമില്ല ബൈബിൾ വായിക്കാൻ? വേഗം പറ, എനിക്ക് എന്നിട്ട് വേണം അകത്തുള്ള ജീവൻ പറയാനായിട്ട്. ജീവൻ എങ്ങനെ തുറക്കുന്നു പറയണം. അതാണ് എന്റെ ഇന്നത്തെ ക്ലാസ്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിങ്ങൾ ഒന്ന്, നിർമ്മലരായി. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. 1. 2, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം നൽകും. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. 3, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. 4, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരും. കല്ലായുള്ള ഹൃദയം മാറ്റി ഞാൻ മാംസളമായ ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. അടുത്തത്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി ഞാൻ നിങ്ങളെ പുതിയ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. 5 കാര്യങ്ങളാണ്, 5 വിഭാഗമായിട്ട് നമുക്ക് ആത്മാവിന്റെ പ്രവൃത്തി, കവനന്റിനകത്തുള്ള വാക്തത്വത്തെ നമുക്ക് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. 5 മേഖലകളായി നമുക്ക് ഇവനെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ആത്മാവ് നമ്മുടെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇവിടെ നമുക്ക് 2 കാര്യം, ഇവിടെ നമുക്കൊരു കാര്യം കാണുന്നു. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം വരും, കല്ലായുള്ള ഹൃദയം മാറ്റി മാംസലമായൊരു ഹൃദയം നിങ്ങൾക്ക് തരും. അപ്പൊ ഇത് പ്രഥമ ദൃഷ്ടിയെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം നമ്മുടെ അകത്ത് 2 ഹൃദയം വെച്ചിട്ടുണ്ടോ എന്ന് തോന്നാം, 2 ഹൃദയം ഉണ്ടെന്ന് തോന്നാം. പക്ഷെ ഇത് 2 ഹൃദയത്തിന്റെ കാര്യമല്ല, ഇത് ഒറ്റ ഹൃദയത്തിന്റെ കാര്യമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയം ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത കാഠിന്യമുള്ള ഹൃദയമായിരുന്നു. എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ മാറ്റുകയാണ്. നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. യേശുവിനെ വിശ്വസിച്ച എവിടെയാ? യേശുവിന്റെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റു പറയും, ദൈവം എന്നെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. അപ്പൊ ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ ആത്മാവിലാണ് കർത്താവ് ആത്മാവായിട്ട് വന്നത്. ഈ വളർച്ച, ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ട്രൂത്ത് നിങ്ങൾ ധ്യാനിച്ച് വിശ്വസിക്കുമ്പോഴും ഇതിന്റെ ഹയർ സ്റ്റേജിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കും. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം എടുക്കുക. 16 അല്ലെ 17-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു, അല്ലെ 16-ാമത്തെ വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ഉണ്ടോ? അവിടെ ഉണ്ടോ? ഏതാ പാസ്റ്ററെ? എഫെസ്യൻസ് 2:16. 3:16-17. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം. അവിടെ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. കണ്ടോ?
അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, ഹൃദയത്തിനകത്ത് 4 മേഖലകളുണ്ട്. ഒന്ന് കോൺഷ്യസ്, 2 നിങ്ങളുടെ മനസ്സ്, മൈൻഡ്, 3 നിങ്ങളുടെ വില്ല്, 4 നിങ്ങളുടെ ഇമോഷൻ. അപ്പൊ നിങ്ങളുടെ ഈ 4 മേഖലകളെയും യേശുക്രിസ്തു വസിക്കുന്നതിനാൽ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നതിനാൽ ഈ 4 മേഖലകളിലാണ് മാറ്റം നടക്കുന്നത്. മാറ്റം നടക്കുന്ന മേഖല ഏതാണ്? 1 നിങ്ങളുടെ കോൺഷ്യസ്, 2 നിങ്ങളുടെ മൈൻഡ്, 3 നിങ്ങളുടെ വില്ല്, 4 നിങ്ങളുടെ ഇമോഷൻ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ജീവൻ തുറക്കാറായോ എന്ന് എങ്ങനെ അറിയാം? നിങ്ങളുടെ ഇമോഷനുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഹലോ, നിങ്ങളുടെ ഇമോഷനുകൾ, നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇടപെടുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഇതിനോട് പണ്ട് ഇടപെടുന്നതിൽ നിന്ന് ഇമോഷണലി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? നിങ്ങൾ എന്റെ കൂടെ ഇല്ല. വന്നെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങളുടെ ഇമോഷൻ എങ്ങനെ ആരംഭിക്കുന്നത്? നിങ്ങളിൽ ഇമോഷൻ ആരംഭിക്കുന്നത് നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ മാതാവിന്റെ അകത്ത് ആയിരിക്കുമ്പോ തന്നെ മാതാവുമായിട്ട് നിങ്ങൾക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, വൈദ്യശാസ്ത്രം പറയുന്നതാണ്. മാതാവ് അനുഭവിക്കുന്നത് നമ്മളെല്ലാം ജീവിതവുമായിട്ട് ബന്ധപ്പെടുകയാണ്. ഇനി മാതാവിന് ജനിച്ചു കഴിഞ്ഞാൽ നാം കുടിക്കുന്ന പാല് മുതൽ, അല്ലെങ്കിൽ മാതാവിൽ നിന്ന് നമ്മുടെ ജനനസമയം മുതൽ നാം പാല് കുടിക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഹോർമോൺ നമ്മുടെ അകത്തുണ്ടാകുന്നുണ്ട്. മാതാവിലുണ്ടാകുന്നുണ്ട്, നമ്മിലുണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇതൊന്നും പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കാൻ വരരുത്. എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന ക്ലിപ്പുകൾ കേൾക്കുന്നതാ, തെളിയിക്കാനൊന്നും എന്നോട് പറയരുത്. അത് നിങ്ങൾ നഴ്സുമാരോ അവരെയൊക്കെ തെളിയിക്കുക, ഡോക്ടർമാരൊക്കെ തെളിയിക്കുക. ഇത് പറഞ്ഞു കേട്ടതാണ്. ഏതായാലും ഒരു കാര്യം അറിയാം, മാതാവും മക്കളും തമ്മിൽ പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഇമോഷൻ തുടങ്ങുന്നത് ആരുമായിട്ടാണ്? ആദ്യം മാതാവായിട്ടാണ്. രണ്ടാമതോ മാതാവ് പറയും ഇങ്ങേരാണ് നിന്റെ അപ്പൻ. അപ്പൊ അപ്പനുമായിട്ട് ഇമോഷൻ തുടങ്ങി. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ വീട്ടിലുള്ള ചേട്ടന്മാര്, ചേച്ചിമാര്, അനുജന്മാര് ഉണ്ടോ? നിങ്ങളുടെ ഭവനുമായിട്ട് ഇമോഷൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴോ നിങ്ങൾ സ്കൂളിൽ പോയപ്പോ അവിടെ കൂട്ടുകാരുമായിട്ട് ഇമോഷൻ ആരംഭിച്ചു, അധ്യാപകരുമായിട്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മളൊരു ഇമോഷണൽ തലത്തിൽ നമ്മൾ വളരാൻ തുടങ്ങി, ബന്ധങ്ങളിൽ വളരാൻ തുടങ്ങി. ഇവരാരെങ്കിലും ഒരു വാക്ക് പറഞ്ഞ ഭയങ്കര വേദനയാ. കാരണം എന്തുകൊണ്ടായി? നിങ്ങൾക്ക് അവരുമായിട്ടൊരു ഇമോഷണൽ ടച്ചിങ് വന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പം നിങ്ങൾക്ക് യേശുവിന്റെ ജീവനാൽ പുതിയ ഉടമ്പടിയിൽ വന്നൊരു മാറ്റം വരുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? കർത്താവിനോട് അവർ പറഞ്ഞു, ഇതാ നിന്റെ അമ്മയും നിന്റെ സഹോദരനും. കർത്താവ് എന്ന് പറഞ്ഞു, എന്റെ വചനം അനുസരിക്കുന്നവരാണ് എന്റെ മാതാവ്. ആരോ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് കൃപ സൈലന്റാകട്ടെ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ സാരാംശം, നിങ്ങളിൽ നിന്ന് യേശുവിന്റെ ജീവൻ തുറക്കുന്നത് എങ്ങനെ അറിയാം? നിങ്ങളുടെ ഇമോഷണൽ മേഖല ഹീലായോ? അപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന മേഖലകളിൽ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഉണ്ടല്ലോ, ഈ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ ഇമോഷനെ ആഴത്തിൽ മുറിപ്പിക്കുന്നതായിരിക്കും. എന്തിനാണ്? നിങ്ങളുടെ ഇമോഷണൽ മേഖലയെ കർത്താവിന് ഹീലാക്കണം. അത് ഹീലാക്കിയാലാണ് യേശുവിന്റെ ജീവൻ തുറക്കുകയുള്ളൂ. യേശുവിന്റെ ജീവൻ തുറക്കുമ്പോഴാണ് നിങ്ങൾ റിസറക്ഷൻ ശക്തി വ്യാപരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞതാ, ഈ നിങ്ങളുടെ ചിന്താമണ്ഡലം, നിങ്ങളുടെ ഇമോഷണൽ മേഖല, നിങ്ങൾക്ക് ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തികളല്ലേ നിങ്ങളെ ഏറ്റവും കൂടുതൽ മുറിപ്പിക്കുന്നത്? ആണോ? ഓടിവാ. നിങ്ങൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തികളല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ മുറിപ്പിക്കുന്നത്? എന്തിനാണ് ദൈവം അവരെ മുറിപ്പിക്കാൻ ഉപയോഗിച്ചേ? ദൈവം നിങ്ങളെ അവരെ കൊണ്ട് മുറിപ്പിക്കുന്നത് നിങ്ങളുടെ അകത്ത് യേശുവിന്റെ ജീവൻ വളരണം. നിങ്ങൾ ലാസ്റ്റ് പറയണം, കർത്താവേ ഞാൻ തോറ്റു, ഇനി ഇങ്ങനെ മാറ്റാനും പറ്റില്ല, എന്നെ മാറ്റാൻ പറ്റില്ല. ഇനി മാറ്റാൻ പറ്റിയ ഏറ്റ വഴി എന്ന് പറയുന്നത് അങ്ങയുടെ ജീവൻ എന്നെ തുറക്കണം. ആ കർത്താവിന്റെ ജീവൻ തുറക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? കർത്താവിന്റെ ജീവൻ തുറക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് മരണം നടക്കും. കൃപ. യേശുവിന്റെ ജീവന്റെ അകത്ത് 2 കാര്യമുണ്ട്.
ഒന്ന്, അവന്റെ ജീവന്റെ അകത്ത് അവന്റെ മരണമുണ്ട്. കർത്താവിന്റെ ജീവൻ നിങ്ങൾ തുറക്കുമ്പോൾ അത് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സോളിനെ മരിപ്പിക്കും. വായിച്ചോ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിച്ച്, നിങ്ങളുടെ അകത്ത് മരണം നടക്കും. ഇപ്പൊ ശരിയാവും, ഇത് പറഞ്ഞു വരുമ്പോ ശരിയാവും. ഇല്ലേ പുറകെ ശരിയായേ പറ്റുള്ളൂ, ശരിയായി വരും. എല്ലാവരും മരിച്ചു എന്നും അതിന് മുമ്പിൽ വാക്യം കൂടെ, അതിന് മുമ്പിൽ വാക്യം കൂടെ, ഞങ്ങൾ വിവശന്മാർ എന്ന് വരികൾ ദൈവത്തിനും സുബോധം ഉള്ളവർ എന്ന് വരികൾ നിങ്ങൾക്കുമാകുന്നു. അടുത്ത വാക്ക്, എന്ന് വരികൾ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ പതുക്കെ പോണം. സൂപ്പർ ഭാഷ പറ്റില്ല. എല്ലാവർക്കും വേണ്ടി വായിച്ചോ. ഒരുവൻ മരിച്ചിരിക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചത് ആരാ? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, എല്ലാവരും മരിച്ചു. യേശു ക്രിസ്തു ഒരുവൻ മരിച്ചതിനാൽ എന്തു നടന്നു? യേശു ക്രിസ്തു വിശ്വസിക്കുന്ന വിശ്വാസത്താൽ നാം എല്ലാവരും മരിച്ചു. അടുത്ത വാക്ക് എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്കു വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന്. ആ വാക്യൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? പറ, സത്യം പറ. ആർക്ക് വേണ്ടി ജീവിക്കണേ? പറയാ. എങ്ങനെയും മക്കളെ ഒന്ന് പ്രാപ്തിയിലേക്ക് എത്തിച്ചിട്ട് എനിക്ക് മരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? ഞങ്ങൾക്ക്, മക്കൾക്ക് വേണ്ടി. രണ്ടാമത് പറയുന്ന ആൾക്കാരുണ്ട്, കർത്താവ് പാസ്റ്ററെ ഞാൻ മരിച്ചാൽ ഇങ്ങനെ കാര്യം നോക്കാൻ ആരുമില്ല. അപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിട്ടാ? അത് തന്നെ, പുള്ളിക്കാരന് വേണ്ടി ജീവിക്കുന്നു, പുള്ളിക്കാരിക്ക് വേണ്ടി ജീവിക്കുന്നു. പിന്നെ ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. പിന്നെ ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി ജീവിക്കുന്നു. എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ഇത് തന്നെ. അപ്പൊ ഇതെല്ലാം ഇമോഷണൽ അറ്റാച്ച്മെന്റുകളാണ്. ഇമോഷണൽ അറ്റാച്ച്മെന്റ് മാത്രമല്ല, ഈ ഭൂമിയിലെ ബന്ധങ്ങളാണ്. പക്ഷെ നിങ്ങളെ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത് ഇവർക്ക് വേണ്ടി ജീവിക്കാനല്ല. ഇത് വലിയ പ്രശ്നമായി മാറും. അപ്പൊ ഇവരാരും വേണ്ടമാണോ ഞാനീ പറഞ്ഞു വരുന്നേ? നിങ്ങളുടെ ജീവിതം എന്തിനു വേണ്ടിയാമുള്ള ബോധം നിങ്ങൾക്ക് വന്നാൽ ഇവരെല്ലാം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന സഹായകരാണ്. നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള സഹായകരാണ്. നിങ്ങൾ ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങളുടെ ജീവിതത്തെ ട്യൂൺ ചെയ്യാതെ സഹായത്തിന് വന്നവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. ഞാൻ ഉദാഹരണം പറയാം. ഈ ഏലിയാവ് കെരീത്തിന്റെ തോട്ടിലിരുന്നപ്പം കാക്ക വന്നില്ല എല്ലാ ദിവസവും അപ്പുവർച്ചയായിട്ട്. ഏലിയാവ് ചിന്തിച്ചു, ഇനി ആർക്ക് വേണ്ടി ജീവിക്കാം? അപ്പുവർച്ചി കൊണ്ടുവന്ന കാക്കയ്ക്ക് വേണ്ടി ഏലിയാവ് ജീവിച്ചതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. കർത്താവേ, ഇന്നത്തോടെ നിങ്ങളെല്ലാം കൂടെ അവസാനിപ്പിക്കും. ഇങ്ങർക്ക് UK പോയതൊരു വട്ട് പിടിച്ചോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ തെളിഞ്ഞു വരിക. ഏറ്റവും അധികം ഉണർവ് കാണുന്ന ലോകത്തിലെ രാജ്യമാണ് UK. ഇവിടെ വന്നിരിക്കുമ്പോ ഒന്നുകൂടെ നമുക്ക് തെളിച്ചം വരുള്ളൂ. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് കാക്കകൾക്ക് വേണ്ടിയായി മാറി. ആരാ നമ്പർ 1 കാക്ക? നമ്പർ 1 കാക്ക അമ്മ, നമ്പർ 2 കാക്ക അപ്പച്ചൻ, മൂന്നാമത്തെ കാക്കയാരാ? മൂന്നാമത്തെ കാക്ക ചേട്ടനിയന്മാർ, നാലാമത്തെ കാക്കയാരാ? വീട്ടുകാര്, അഞ്ചാമത്തെ കാക്കയാരാ? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സഹായമായി വന്ന കർത്താവേ കൃപ. നമ്മൾ ജീവിക്കുന്ന ഇവർക്ക് വേണ്ടി ആർക്കും ആകരുത്. അപ്പൊ ഇവരൊക്കെ തള്ളണോ? വേണ്ട. നിങ്ങൾ മുഖാന്തരം ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ റൂട്ട് കറക്റ്റ് ആയാൽ നിങ്ങൾ മുഖാന്തരം ഇവരെല്ലാം റെഡിയാവും. ഇവരെല്ലാം ജീവിതം ബ്ലെസ്സഡ് ആയി മാറും. നിങ്ങൾ ഈ ആയുഷ്കാലം മുഴുവൻ അവരെ ചുമന്നു മടക്കാതെ നിങ്ങൾ ദൈവത്തിന്റെ ഡെസ്റ്റിനിലേക്ക് തിരിഞ്ഞാൽ നിങ്ങളുടെ മേൽ വരുന്ന ബ്ലെസ്സിങ്ങിനാൽ അവരും കൂടെ ശരിയാകാൻ തുടങ്ങും. ഞാനേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് യൂട്യൂബിൽ കാണുന്നവര് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഞാൻ ബെനീൻ ഇട്ട് പ്രസംഗിക്കുന്നത് കേട്ടോ. അത് ഇവിടെ വന്നപ്പം ഞാൻ എന്താ പറയുക, ഷർട്ട് ഇട്ടിട്ടല്ല UK വരുമ്പോൾ പ്രസംഗിക്കാറ്. കാരണം ഇവിടെ ഈ അലക്കലും പിടിക്കലൊക്കെ ഭയങ്കര പണിയാണ്. അപ്പൊ അതുകൊണ്ട് UK വരുമ്പോൾ മുഴുവൻ ബെനീൻ ഇട്ട്. അപ്പൊ ഇനി അതിനടുത്ത ഒരു വിമർശനം വരും. ബെനീൻ ഇട്ടാണോ പ്രസംഗിക്കുന്നതെന്നൊക്കെ വിമർശനം വരാം. വചനം കേൾക്കേണ്ടവർ കേൾക്കുക. ബെനീനെ നോക്കുന്നവര് വേഗം ലീവ് ആകുക. അല്ലെങ്കിൽ യൂട്യൂബിൽ കാണും. നിങ്ങളല്ല, നിങ്ങൾ പിന്നെ അത് കേൾക്കാൻ വന്നിരിക്കുകയാണല്ലോ. യൂട്യൂബിൽ കേൾക്കുന്നവരോട് ദൈവത്തെ ഓർത്ത് പറയുന്നു, നിങ്ങൾ ബെനീനിലേക്കല്ല നോക്കേണ്ടത്, നിങ്ങൾ കർത്താവിലേക്കും വചനത്തിലേക്ക് നോക്കുക. പറയുന്നതിൽ വല്ല മാറ്റം ഉണ്ടോ നോക്കുക. എന്തായാലും ഇവിടുന്ന് കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും. അത് പോകുന്നവരെ ബെനീൻ ഇട്ടേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അല്ല പിന്നെ നിങ്ങൾ വിമർശിക്കുന്നവർ ഇവിടെ വന്ന് എൻ്റെ ഡ്രസ്സ് അലക്കി തരിക എന്ന് പറയാ.
അത് അങ്ങനെ ഓപ്ഷനുകളുള്ളൂ. ഓക്കെ, അതെ ഞാൻ ആരംഭത്തിൽ പറഞ്ഞു വിചാരിച്ച, പക്ഷേ ഇടയിൽ പറയാൻ വിട്ടുപോയി. എന്തിനൊക്കെയാ പറയാന്നറിയില്ലല്ലോ. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞു, ലാസ്റ്റ് എന്താ പറഞ്ഞേ? സിസ്റ്റർ വാക്യം വായിച്ചു, ബോബി സിസ്റ്റർ വാക്യം വായിച്ചേ. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പൊ സത്യത്തിൽ നമ്മൾ ജീവിക്കേണ്ട ആർക്ക് വേണ്ടിയാ? ദൈവത്തിന് വേണ്ടി. മൈക്കോർന്ന് പറ, എല്ലാവരും മൈക്കോർന്ന് പറഞ്ഞോ. ക്രിസ്തുവിന് വേണ്ടി. ക്രിസ്തുവിന് വേണ്ടിയാ ജീവിക്കണ്ടേ. ഇപ്പൊ നമ്മൾ ജീവിക്കണ ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടി. എന്തെങ്കിലും ശരിയാവോ? ഇല്ല. ആരും മിണ്ടുന്നില്ല. എന്തെങ്കിലും ശരിയാവെന്ന് ചോദിച്ചപ്പോ ഒരൊറ്റയാൾ മിണ്ടുന്നില്ല. കർത്താവെ നീ കർത്താവ് നീ അറിയുന്നെങ്കിലും പറ. യെഹെസ്കേൽ പറഞ്ഞില്ലേ, കർത്താവെ നീ അറിയുന്നെന്ന്. നിങ്ങൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആരംഭിക്കുവോ? ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങളുടെ വീട്ടിലെ വിഷയങ്ങൾ മുഴുവൻ അതോടുകൂടെ പരിഹരിക്കപ്പെടാൻ തുടങ്ങും. കർത്താവേ ഞങ്ങൾക്ക് ഇത് ബോധ്യം. ഒന്ന് വായിച്ചോ സിസ്റ്റേ. അപ്പൊ ജീവിക്കുന്നവർ ഈ തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് വേണ്ടി തന്നെ ജീവിക്കേണ്ടവന്. സിസ്റ്റർ ബോബി സിസ്റ്റർ വായിച്ചേ. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും. അപ്പൊ യേശു ക്രിസ്തു മരിച്ചത് എന്തിനു വേണ്ടിയാ? നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. എല്ലാവർക്കും വേണ്ടി മരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് കുഴപ്പം. നമ്മുടെ അകത്ത് കിടക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് കറക്റ്റ് റൂട്ടിലേക്ക് വാ. പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, ലോകത്തിന് വേണ്ടി മരിച്ചു, ശാപത്തിന് വേണ്ടി മരിച്ചു. അടുത്ത ക്ലിയർ ട്രൂത്തിലേക്ക് വാ. ജീവൻ തരാൻ വേണ്ടി മരിച്ചു. ഒന്നും കൂടെ ട്യൂൺ ചെയ്തേ. ജീവിക്കുന്നവരായി തീരാൻ. ജീവിക്കുന്നവരായിട്ട് ഒന്നും കൂടെ പറഞ്ഞേ. ഇപ്പൊ റെഡിയാവും. ക്രിസ്തുവിന് അവനിലാവൻ. ഒന്നും കൂടെ പറഞ്ഞു. ഒന്നും കൂടെ അതിനെ ക്ലാരിഫൈ ചെയ്യും. ജീവിക്കുന്നവർ ഇനി കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കാൻ. അപ്പൊ നമ്മൾ ഇനി ആർക്ക് വേണ്ടി മാത്രം ജീവിക്കണം? അപ്പൊ കർത്താവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, അത് തീരുമാനിക്കുന്നത് എങ്ങനെ നടക്കുന്നത്? നിങ്ങളുടെ അകത്തുള്ള ഇമോഷനുകൾ, നിങ്ങളുടെ അകത്തുള്ള മനസ്സിനകത്ത് നിങ്ങളുടെ വില്ല്, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ്, ഇവിടെ എല്ലാം മാറ്റം നടന്നാലല്ലേ ഇത് നടക്കുകയുള്ളൂ. അതെ. ഇനി മരണത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ശരിയാവും. ഈ മാസം നടക്കട്ടെ കേട്ടോ. ഈ മാസം സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ്. കർത്താവ് ഈ മാസം ഇങ്ങനെ മരിക്കാൻ കൃപ തരട്ടെ. എല്ലാവരും മരിക്കട്ടെ. എല്ലാവരും അകത്തുള്ള സ്വയം മരിക്കട്ടെ. നമ്മളെല്ലാവരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു, ആണല്ലോ. അപ്പൊ നമ്മൾ ആദാം ചെയ്ത പാപത്താൽ നമ്മളെല്ലാവരും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അപ്പൊ 1-ാമത്തെ മരണം ഏതിനെയും മറന്നു. 2-ാമത്തെ മരണം നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ എന്തിനോട് മരിച്ചു? നമ്മൾ പാപത്തോട് മരിച്ചു. മരണം മറന്നോ? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചില്ലേ? ഈ 2 മരണമാണ് ആൾക്കാരകത്ത് മറന്നിട്ടുള്ളൂ. എന്നാൽ ഇനി നടക്കേണ്ട മരണം 3-ാമത്തെ മരണമാണ്. 3-ാമത്തെ മരണം എവിടെ നടക്കേണ്ടത്? 3-ാമത്തെ മരണം നടക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിലാണ്, നമ്മുടെ സ്വയത്തിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് മരണം നടക്കുമ്പോൾ, സ്വയത്തിനകത്ത് മരണം നടക്കുമ്പോൾ, അവന്റെ മരണം വെളിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ അതിനെ വ്യാഖ്യാനിക്കുക, അവന്റെ ജീവൻ വെളിപ്പെട്ടു വരുമ്പോൾ എന്തുണ്ടാകുന്നു? നമ്മുടെ ആഗ്രഹങ്ങൾ മരിക്കുന്നു, നമ്മുടെ ലക്ഷ്യം മരിക്കുന്നു, നമ്മുടെ ഇഷ്ടം മരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ലക്ഷ്യം മരിക്കുന്നു. ഇത് നടക്കുന്നത് രക്ഷിക്കപ്പെട്ടപ്പോൾ മാത്രമല്ല, അത് തുടങ്ങിയപ്പോഴാണ്. നിങ്ങളുടെ അകത്ത് ജീവൻ തുറക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ആമേൻ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? എനിക്ക് നല്ല അസ്വസ്ഥതയുണ്ട്. നമ്മുടെ അവിടുത്തെ ഒരു പ്രത്യേക അറേഞ്ച്മെന്റിൽ ഇരുന്ന് പ്രസംഗിക്കുന്നു, കാണാൻ നല്ല രസമാണ്. 2 ലാപ്ടോപ്പിലാണ്, 2 സിസ്റ്റം, ഇതെല്ലാം മാറിയത് കൊണ്ട് എനിക്കൊരു അസ്വസ്ഥതയുണ്ട് ഇത് പഠിപ്പിക്കുമ്പോൾ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? നമ്മളുടെ
നമ്മുടെ സ്വയത്തിൽ, അതായത് 4 പാർട്ടിൽ, ഈ 4 പാർട്ടിലല്ലേ മാറ്റം നടക്കണ്ടേ? നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ മാറ്റം നടക്കണം. കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ എപ്പോഴും ഇരിക്കുന്ന എവിടെയാ? കോൺഷ്യസ് മൈൻഡിലല്ലേ നമ്മുടെ ബോധം ഒഴിക്കുന്നത്. നിങ്ങൾ ഇരിപ്പിക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണ്. പക്ഷെ ബൈബിൾ എന്താ പറയുന്നത്? ബൈബിൾ പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാണ്, നിങ്ങൾ പുത്രനിലാണ്, നിങ്ങൾ കൃപാസനത്തിലാണ്. അപ്പൊ കോൺഷ്യസ് മൈൻഡ് മാറണ്ടേ? നിങ്ങളുടെ ലക്ഷ്യം മാറണ്ടേ? നിങ്ങളുടെ നിരൂപണങ്ങൾ ഇത് മുഴുവൻ മാറ്റുന്നത് എങ്ങനെയാ? ഇത് മുഴുവൻ മാറ്റുന്നത് നിങ്ങളുടെ അകത്തുനിന്ന് തുറക്കുന്ന ജീവനാലാണ്. അപ്പൊ ഈ ജീവൻ തുറക്കുമെന്നുള്ളത് നമ്മുടെ വാക്തത്വമാണോ, നമ്മുടെ അവകാശമാണോ? അവകാശം, നമ്മളുടെ അവകാശമാണ്. അപ്പൊ ഇത് തുറക്കാൻ തുടങ്ങും തോറും നിങ്ങളുടെ അകത്ത് ഭയങ്കര മാറ്റം വരാൻ തുടങ്ങും. ഒന്ന് തെളിവ്, നിങ്ങൾക്ക് യേശുവിന് വേണ്ടി ജീവിക്കാൻ തോന്നും. രണ്ടാമത്, നിങ്ങൾക്ക് ഭയങ്കര ആത്മഭാരം വരാൻ തുടങ്ങും. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നും. 3, നിങ്ങൾക്ക് കർത്താവിന്റെ ശരീരത്തെ കുറിച്ച് ഭയങ്കര ഭാരം വരും. നിങ്ങൾക്ക് ഉണർവിനെ കുറിച്ച് ഭാരം വരും. നിങ്ങൾക്ക് നശിക്കുന്ന യൗവനക്കാരെ കാണുമ്പോൾ, നശിക്കുന്ന കുടുംബങ്ങളെ കാണുമ്പോൾ, തെറ്റായ ഉപദേശം പഠിപ്പിച്ച് അതിനകത്ത് ജനത്തെ ഇട്ട് കെട്ടിയിട്ടിരിക്കുന്ന കാണുമ്പോ, പല പേരുകൾക്ക് വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും ദൈവരാജ്യത്തെ ജനം അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ നശിപ്പിക്കുന്ന നിങ്ങളുടെ അകത്തൊരു പെയിൻ വരാൻ തുടങ്ങും. ഇങ്ങനൊരു പെയിൻ നിങ്ങളുടെ അകത്തുണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ അകത്ത് ജീവൻ തുറക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൃപ നിങ്ങളുടെ അകത്ത് ഒരു ദിവസം കൊണ്ടല്ല, നിങ്ങളുടെ അകത്ത് നിങ്ങൾ യേശുവിനെ പോലെ ആകുന്നവർ. ഞാൻ അവന് തെളിവ് പറയാം. ഓക്കെ, ഇപ്പൊ എനിക്ക് നിങ്ങളെ കാണാം. ഞാൻ ഈ കർട്ടൻ ഫുള്ള് പൊന്തിയിരിക്കുകയായിരുന്നു. മറ്റേ നിങ്ങൾ ഇപ്പൊ കാണാൻ പറ്റുന്നു, ക്ലിയർ ആയി കാണാൻ പറ്റുന്നു. ഓരോ ഓപ്ഷൻ ചെക്ക് ചെയ്യണേ. ഈ അബ്രഹാമിനെ ദൈവം വിളിച്ചില്ലേ? അബ്രഹാം ദൈവം വിളിച്ചപ്പം അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടോ? പുറപ്പെട്ടില്ലേ? പറയുന്നേ പുറപ്പെട്ടു. ഒരൊറ്റ ദിവസം കൊണ്ട് അബ്രഹാം കനാൻ നാട്ടിലെത്തിയോ? ഇല്ല. ഒറ്റ ദിവസം കൊണ്ട് അബ്രഹാമിന്റെ വളർച്ച പൂർത്തീകരിച്ചോ? ഇല്ല. ഒറ്റ ദിവസം കൊണ്ട് അബ്രഹാം പറഞ്ഞു നീ എന്നെ പൂർണ്ണമായിട്ട് അനുസരിച്ചതുകൊണ്ട് ഞാൻ എന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്നു. പക്ഷേ പുറപ്പെട്ട ഒരു ദിവസം ഇല്ലേ? മിണ്ടുന്നേ, പുറപ്പെട്ടൊരു ദിവസം ഇല്ലേ? ഹാനോക്ക് 300 വർഷം ദൈവത്തിന്റെ കൂടെ നടന്നില്ലേ? ഉണ്ട്. തുടങ്ങിയൊരു ദിവസം ഉണ്ടോ? ഇതുപോലെ ജീവനിൽ ജീവിക്കാനുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയൊരു ദിവസം നിങ്ങൾക്ക് പറയാമോ? നിങ്ങളുടെ അധ്വാനം നിർത്തിയിട്ട്, പരിശ്രമം നിർത്തിയിട്ട്, ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസത്താൽ കവനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്തത്വം വിൽപ്പത്രത്തിനകത്ത് നിങ്ങളുടെ അവകാശമാണെന്നും ഇത് വിശ്വാസത്തിൽ എനിക്ക് അനുഭവിക്കാമെന്നും ഉറച്ചുകൊണ്ട് ജീവിതം ആരംഭിച്ചൊരു ദിവസം ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എഴുതി വെക്കും. പോയി, കാറ്റൊക്കെ പോയി. ശ്രദ്ധിക്കൂ. അപ്പൊ ഇവിടെ ഞാൻ എന്റെ അകത്ത് വന്ന കാര്യം ഞാൻ പറയാം. ദൈവാത്മാവ് നമുക്ക് നൽകുന്ന ചെറിയ ചെറിയ നിയോഗങ്ങളിൽ നിങ്ങൾ അനുസരണം കാണിക്കണം. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെ ഈ നമ്മള് എന്താ പറയാ, ഈ റോബോട്ട് മനുഷ്യനെ ഉണ്ടാക്കുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ യേശുവിനെ പോലെ ആക്കുകയല്ല. ഇതിന്റെ പുറകിൽ കുറെ നിയോഗങ്ങളുണ്ട്. ഇതിന്റെ പുറകിൽ നിങ്ങളുടെ അകത്ത് തുറക്കുന്ന ജീവന്റെ തുറവികളുടെ പല സ്റ്റെപ്പുകളുണ്ട്. ഇത് പലപ്പോഴും നിങ്ങളുടെ അകത്ത് തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ആരും നിങ്ങൾക്ക് പറഞ്ഞു വരാത്തോണ്ടാ. ചില ദിവസം രാത്രി നിങ്ങൾക്ക് രാത്രി എന്നിട്ട് പ്രാർത്ഥിക്കാൻ തോന്നിയിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ തട്ടി എഴുന്നേപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളത് പലപ്പോഴും ദൈവാത്മ പല മേഖലകൾ നിങ്ങളുടെ അകത്ത് തുറന്നു വേണ്ടി തന്നിട്ടില്ലേ? നിങ്ങൾക്ക് ഭയങ്കര ഭാരം തോന്നിയിട്ടില്ലേ? ഉണ്ടോ? ഭാരം തോന്നിട്ട് എഴുന്നേപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവാത്മ അകത്ത് നിങ്ങളുടെ അകത്തൊരു നിയോഗം തന്നപ്പോ പുതപ്പ് മൂടിയിട്ട് കിടന്ന് ഉറങ്ങി ഓർക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ കർത്താവ് ഇപ്പൊ ഭയങ്കര ക്ഷീണാണ് ഇല്ലേ? നിയോഗങ്ങള് പലപ്പോഴും നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമ്മള് തൃശ്ശൂർ ടൗണിലെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഞാനൊരു 40 days ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നിങ്ങളെല്ലാം ദൈവശബ്ദമായി കേൾക്കുമെന്ന് ചെവിയിൽ ശബ്ദമായിട്ട് കേൾക്കില്ല.
നിങ്ങളുടെ അകത്ത് മടക്കുന്ന ആത്മാവിന്റെ നിയോഗങ്ങൾ തിരിച്ചറിയണം. ഇത് ആദ്യം ആത്മാവിന്നാണോ ദേഹിന്നാണോ എന്ന് മനസ്സിലാകില്ല. പക്ഷെ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചാൽ, നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യാൻ പഠിച്ചാൽ, കൃത്യമായിട്ട് നിങ്ങളുടെ അകത്ത് മുഴങ്ങുന്ന ദൈവശബ്ദം അറിയാം. ഒരാമേൻ എന്ന് പറഞ്ഞോ കർത്താവിന്. അപ്പൊ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. ആമേൻ. ആദ്യം നിങ്ങൾക്ക് ഡൗട്ട് വരാം. നിങ്ങളുടെ പ്രവചന ശുശ്രൂഷ, ഞാൻ ആദ്യം പ്രവചന ശുശ്രൂഷ, ആദ്യത്തെ പ്രവചനം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് എന്റെ ഇവിടെ പറയുകയാണ്. ആദ്യം ഞാൻ പ്രവചന ശബ്ദത്തിൽ കേൾക്കുന്നത് ഇവിടെ ജോയി മരിക്കാൻ പോകുന്നു. ആദ്യം കേട്ടത് ഒരു പേരാണ്. ഞാൻ ആകെ 2-3 പ്രാവശ്യം പേര് കേട്ടിട്ടുള്ളൂ. ഇത് നിങ്ങളുടെ അപ്പം ആ തോന്നുന്നത് മനസ്സിൽ നിന്ന് തോന്നിയതാന്ന് തോന്നാം ആദ്യത്തിലൊക്കെ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് അപ്പൊ ഞാൻ പ്രവചനം എന്റെ ജീവിതത്തിൽ പ്രവചനം, ഞാൻ ആദ്യമായിട്ടൊരു പ്രവചനം പറയുന്നത് എന്റെ ആത്മാവിൽ വന്ന നിയോഗത്തിൽ നിന്നാണ്. ആക്യുറേറ്റ് പ്രവചനം വരുന്നത്. ഒരു രോഗശാന്തി, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവം എന്റെ ചെവി പറഞ്ഞതല്ല, എന്റെ ആത്മാവിൽ വന്ന നിയോഗമാണ്. ഹലോ, തൃശ്ശൂരിലെ പ്രവർത്തനങ്ങൾ ഒരു 40 ദിവസം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അകത്ത് തോന്നുകയാണ് തൃശ്ശൂർ പോകണം. 1996 ഡിസംബർ മാസം 2ാമത്തെ ആഴ്ച ഞാൻ 40 days ഫാസ്റ്റിംഗ് ഉപവസിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്റെ അകത്ത് തോന്നുകയാണ് തൃശ്ശൂർ പോകണമെന്ന്. തൃശ്ശൂർ പോകുന്നു. അവിടെ ഞാൻ ഒരു ഗ്രൗണ്ട് കണ്ടപ്പോ ദൈവം എന്റെ അകത്ത് പറയുകയാണ്, എന്റെ അകത്ത് തോന്നുകയാണ് ഈ ഗ്രൗണ്ടിൽ 3 ദിവസം കൺവെൻഷൻ വെക്കണം. എന്റെ കയ്യിൽ ഒരു നാടൻ ഭാഷ പറഞ്ഞാൽ, നാടൻ ഭാഷ നമ്മൾ പറയില്ലേ, 1 പൈസ 1 രൂപ എടുക്കാനില്ലാത്ത സമയം. 1 രൂപ എന്ന് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. ഒരു 1000 രൂപ എന്റെ എടുക്കാനില്ലാത്ത സമയം. 1000 അല്ല, 500 രൂപ എടുക്കാനില്ലാത്ത സമയം. പക്ഷെ എന്റെ അകത്തൊരു നിയോഗം വരുന്നു. ഞാൻ അവരുടെ കുറച്ച് ചെറുപ്പക്കാരായ യൂണിയൻകാർ പിള്ളേരെ പിടിച്ചു. അവർ ചോദിച്ചു, പാസ്റ്റർ കൺവെൻഷൻ നടത്തിയാൽ കടം വന്നാൽ ആര് വിട്ടും? ഞാൻ പറഞ്ഞു, എന്റെ ബൈക്ക് വിൽക്കാം. ആദ്യത്തെ പ്രാവശ്യം നടന്നപ്പോൾ കടം കൂടാതെ നടന്നു. 2ാമത്തെ പ്രാവശ്യം വീണ്ടും എന്റെ അകത്ത് പറഞ്ഞു, അത് വലിയ ടെന്റ് ഇട്ട് നടത്തുക, ലക്ഷങ്ങൾ ചെലവ് വരും. അപ്പം എന്നോട് വീണ്ടും അവർ ചോദിച്ചു, പാസ്റ്റർ കടം വന്നാൽ ആര് വിട്ടും? ഞാൻ നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് നല്ല 2 കിഡ്നി ഉണ്ട്. അതിൽ ഒന്ന് കൊടുത്താൽ ഇന്നാണ് 5 ലക്ഷം 10 ലക്ഷം ഒക്കെ. ഞാൻ പറഞ്ഞേ, എന്തായാലും കൺവെൻഷന് 1 ലക്ഷത്തിൽ കൂടുതൽ കടം വരില്ല. അതുകൊണ്ട് എന്റെ കിഡ്നി കൊടുത്താൽ നല്ല കിഡ്നി ആയതുകൊണ്ട് മിനിമം 2 ലക്ഷം രൂപ കിട്ടും. അന്നത്തെ കാര്യം പറയുക. അപ്പൊ നിയോഗം വരാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അകത്ത് ഉറപ്പ് വരാൻ തുടങ്ങും. ആമേൻ. ഞാൻ ഒരു കാര്യം ധൈര്യത്തോടെ പറയാം, ഇന്നുവരെ ദൈവം എന്നെ കടക്കാരനാകാൻ അനുവദിച്ചിട്ടില്ല. ഇന്നത്തെ വരെ കാര്യം ഞാൻ പറയാം കേട്ടോ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കാല് വെച്ചത് മുഴുവൻ നിയോഗങ്ങളുടെ പുറത്താണ്. ആഗ്രഹത്തിന്റെ പുറത്തോ പേരാകാനോ ആള് കളിക്കാനോ കാല് വെച്ചിട്ടില്ല. നിങ്ങൾ നിയോഗങ്ങളിൽ ജീവിക്കാൻ പഠിക്കണം. ഓ, നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഞാനിവിടെ വരിക. അപ്പൊ നിങ്ങളുടെ അകത്ത് ഈ ഇമോഷണൽ മേഖല ഹീലിംഗ് ഉണ്ടാകുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് ചിന്തയ്ക്ക് നല്ലൊരു കൂട്ടം ആൾക്കാർക്ക് ചിന്താ ലൈഫിൽ, അതായത് മനസ്സിൽ മൊത്തം ഭാരമാണ്, വ്യാകുലതയാണ്. ഭർത്താവിന്റെ കാര്യം, ഭാര്യയുടെ കാര്യം, അപ്പന്റെ കാര്യം, അപ്പാപ്പന്റെ കാര്യം, ഉപ്പാപ്പന്റെ കാര്യം. അവർ ആരുണ്ട് പാസ്റ്ററെ? പാസ്റ്റർക്ക് ഇതൊന്നും അറിയില്ല. കടഭാരം വന്നാൽ അതിന്റെ പ്രശ്നം പാസ്റ്റർക്ക് അറിയുള്ളൂ. ഞാൻ പറഞ്ഞു, ഇതെനിക്ക് വന്നതാ. എനിക്ക് സ്വാഭാവികമായിട്ടൊരു ചെറുപ്പക്കാര് വരാത്ത കടം മൊത്തം എനിക്ക് വന്നതാ. പക്ഷെ എന്റെ അകത്തൊരു ധൈര്യം വന്നു. എന്റെ അപ്പൻ അറിയാത്ത ഒന്നും എനിക്ക് വന്നിട്ടില്ല. എന്റെ അപ്പൻ അത് പരിഹരിപ്പാൻ വിശ്വസ്തനാണ്. ഒരാളും പ്രവചിച്ചതല്ല, ഒരാളും ഇടപെട്ടതല്ല. എന്റെ അകത്ത് വന്ന വിശ്വാസം. അപ്പൊ നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ലൈഫ് തുറക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ഓ കർത്താവ്, ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ട്, മാറ്റമുണ്ട്. ഇനി അപ്പൊ ഈ മാറ്റം, അപ്പൊ ഞാൻ നേരത്തെ പറയില്ലേ, നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. കല്ലായുള്ള ഹൃദയത്തെ മാറ്റിയിട്ട് എന്ത് ഹൃദയം വയ്ക്കും? കല്ലായുള്ള. അയ്യോ, നമ്മുടെ അവിടുത്തെ സമയം 9:30 ആയോ? 9:30 കർത്താവ്, ഞാൻ അറിഞ്ഞില്ല സമയം പോയത്. ആദ്യം സമയം പോയില്ലേ നമ്മൾ മുഖവരെ പറഞ്ഞ്. ഇതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും. 5-8 മിനിറ്റ്, 5-6 മിനിറ്റ്. ഇത് അല്ലെങ്കിൽ ഇത് തീരെ ലേറ്റ് ആയിട്ടാ തുടങ്ങിയ. അതാ ഉണ്ടായിപ്പോയി. സോറി. അതിന്റെ ഇടയിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നു. ഇപ്പോഴായത് എനിക്ക് ഒരു ഓർഡറിലൊക്കെ ആയി വന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇടയ്ക്ക് ആത്മഭാരം വരുന്നു, ഇടയ്ക്ക് ഭർത്താവിനോട് വഴക്കുണ്ടാക്കാൻ തോന്നുന്നില്ലേ? അല്ല വീട്ടിലെ പ്രശ്നം തോന്നുന്നില്ലേ? അല്ല കൊച്ചിന്റെ പ്രശ്നം തോന്നുന്നില്ലേ? പറയുന്നത്
വീട്ടിൽ അത് നടക്കുന്നവർ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യം ഒന്ന് മനസ്സിലാവും. നടക്കുന്നവർ തല കുമ്പിട്ടിരുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അപ്പോ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ദൈവസ്നേഹം വരുന്നു, ഭയങ്കര ആരാധന വരുന്നു, ഭയങ്കര പ്രാർത്ഥന വരുന്നു, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലെ വിഷയമായിട്ട് ഇടപെടുമ്പോൾ ഒരു തർക്കം വരുന്നില്ലേ? അപ്പൊ നിങ്ങളുടെ അകത്ത് ഈ കർത്താവ് പുതിയ ഹൃദയം തരുമ്പോ, കർത്താവ് നിങ്ങളുടെ അകത്ത് ലൈഫ് തുറക്കുമ്പോ നിങ്ങളുടെ കഠിനമായ ഹൃദയം മാറാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഹൃദയം മാംസലമാകുന്നു. നിങ്ങൾ സ്നേഹത്തോടെ ഇടപെടാൻ പഠിക്കുന്നു. നിങ്ങൾക്കകത്ത് ഭയങ്കരമായ ഒരു മാറ്റം, ദൈവസ്നേഹം, ദൈവിക ആഗ്രഹങ്ങൾ വരുമ്പോൾ ഇവിടെ മറ്റുള്ളവരെല്ലാം നിങ്ങൾ മരിപ്പിക്കാൻ പഠിക്കുന്നു. പക്ഷെ കുഴപ്പം, ഈ ഒരു പ്രോസസ് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഭയങ്കരമായിട്ട് ആത്മാവിൽ ജീവിക്കും, അടുത്ത ദിവസം ഇതുപോലെ പ്രശ്നം മറുഭാഗത്ത് വരും. നിങ്ങൾ വേഗം ഇതിൽ നിന്ന് നേരെ തിരിഞ്ഞ് അങ്ങോട്ട് പോകും. നിങ്ങൾ ഇന്ന് വരെ എവിടെ എത്തി നിൽക്കുന്നുവോ എന്തെങ്കിലും ചെറിയ മാറ്റം വന്നിട്ടുണ്ടോ? ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് വന്ന ജീവനിൽ ഒരു അനുസരണമുണ്ട്. കേക്ക്, നിങ്ങളുടെ അകത്ത് കർത്താവിന്റെ ജീവൻ തുറക്കുന്നുണ്ടോ? തുറക്കുന്നുണ്ട്. അപ്പൊ ഈ കർത്താവിന്റെ ജീവനിൽ അവന്റെ അനുസരണം ഉണ്ടോ? അതിപ്പോ എങ്ങനെയാ ഞാൻ പറഞ്ഞു തരാം? ഇപ്പൊ എനിക്ക് ഉദാഹരണം തപ്പ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ലിൻസിയോട് ദേഷ്യപ്പെട്ടിട്ടുള്ളത് കറിക്കകത്ത് ഒന്നെങ്കിൽ ഉപ്പ് കൂടും, അല്ലെങ്കിൽ മുളക് കൂടും, അല്ലെങ്കിൽ ഉപ്പ് കുറയും, മുളക് കുറയും. ഇപ്പൊ ഒന്നും പറയാറില്ല കേട്ടോ. ഇപ്പൊ ചോദിച്ചു നോക്കിയോ, ഇപ്പൊ എന്നാ തന്നാലും തിന്നുന്ന സ്വഭാവത്തിലേക്ക് എത്തി. വടക്കേന്ത്യ പോയതോടെ തമ്പുരാൻ അത് പഠിപ്പിച്ചു. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല കറിക്ക് പ്രശ്നം ഉണ്ടായിട്ട്. മീൻസ് വീട്ടിൽ ഞാൻ എന്തുവാ കാണിക്കണമെന്ന് ചോദിക്കുന്നത് മൊത്തം കറിയുടെ കാര്യമാണ്. എന്റെ അമ്മയാണെങ്കിൽ എനിക്ക് പറ്റിയ കറി വെച്ച് തരും. അടി ഉണ്ടാക്കില്ല കേട്ടോ, കുശുമ്പല്ല, ഇത് കാര്യം പറയാൻ വേണ്ടി പറയാം. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നടക്കുമ്പോൾ നമ്മുടെ അകത്തൊരു നാടൻ ഭാഷ പറഞ്ഞ ഒരു ചൊറിച്ചിൽ വരുന്നില്ലേ? പറ. ഈ തുറന്നു പറയാതെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. നല്ല മീറ്റിംഗ് നടന്ന്, നല്ല ഉപവാസ പ്രാർത്ഥനയോ നല്ല വചന പഠനമോ നല്ല ആത്മതലമൊക്കെ തുറന്നു നിൽക്കുന്ന ദിവസം നിങ്ങൾക്ക് ഇത് ഉണ്ടാകും. നിങ്ങൾക്ക് സന്തോഷത്തോടെ സഹിക്കാൻ തോന്നുന്നില്ലേ? പറയുന്നത് എന്നാൽ നിങ്ങൾ ഇതിന്ന് പോകുന്ന നേരത്തെ ഇന്നലെ സഹിച്ച നിങ്ങൾക്ക് ഇന്ന് നല്ല നേരെ തിരിച്ചു നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ തോന്നുന്നില്ലേ? നിങ്ങൾക്ക് ലൈഫിൽ വളരണോ? അതോ ഈ പ്രസംഗം കേട്ട് 4 ചാട്ടം കേട്ടാ മതിയോ? ഞാൻ ഈ ലൈഫിന്റെ വളർച്ച പറയാം. അപ്പൊ ഇന്നലെ നിങ്ങളുടെ മേൽ തുറന്ന് ആത്മതലത്തിൽ നിങ്ങൾക്ക് അവനെ ജയിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ നിലനിൽക്കുവാനായിട്ട് ജീവനിൽ ഒരു അനുസരണം ഉണ്ടെന്ന് പഠിക്കണം. അപ്പം ഇവിടെ മനസ്സിലാക്കി, നിങ്ങൾ അനുസരിക്കുന്നത് വേറെ, നിങ്ങൾ നിങ്ങളുടെ എഫർട്ട് കൊണ്ടുണ്ടാക്കുന്ന സ്വഭാവം വേറെ, കർത്താവിന്റെ ജീവൻ വരുമ്പോൾ നിങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന സ്വഭാവം വേറെ. ഇവിടുത്തെ കിട്ടിയില്ല, ഒന്നുകൂടി പറഞ്ഞോ. കർത്താവിന്റെ ജീവൻ നിങ്ങളുടെ അകത്ത് വരുമ്പോൾ ഒരാൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ നിങ്ങൾ എന്ത് പറയും? പിതാവേ, ഇങ്ങേര് ചെയ്യുന്നത് എന്തെന്നറിയായിക്കൊണ്ട് ഇങ്ങോട്ട് ക്ഷമിക്കണേ. എന്നാൽ നമ്മുടെ ജീവൻ നിൽക്കുമ്പോഴോ അധികം ഇടപെട്ട ഞാൻ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടോ? പരിധി വിട്ടാൽ നിങ്ങൾ വിവരം അറിയും. അതാരുടെ ജീവനാ? നമ്മുടെ ജീവനാ. അതാരുടെ ജീവനാണ്? നമ്മുടെ ജീവനാ. കർത്താവിന്റെ ജീവനോ? ക്ഷമിക്കും. അപ്പൊ നമ്മുടെ ജീവനെ, നമ്മുടെ സ്വഭാവത്തെ മരിപ്പിക്കുന്നതല്ലേ യേശുവിന്റെ ജീവൻ? അധികം കളിച്ച ഞാൻ കളി പഠിപ്പിക്കും എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. എന്നാൽ കർത്താവ് ഇവർ ചെയ്യുന്ന എന്തെന്നറിയാണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പഠിപ്പിക്കുന്ന കർത്താവിന്റെ ജീവന്റെ സ്വഭാവം. അപ്പൊ ആ ജീവൻ തുറക്കുമ്പോൾ ഈ സ്വഭാവം മരിക്കാൻ തുടങ്ങും. അങ്ങനെ വല്ല മരണം നടക്കുന്നുണ്ടോ? ഇങ്ങനെ നടന്നാൽ അപ്പോൾ ആ ജീവൻ, കർത്താവിന്റെ ജീവൻ നിങ്ങൾ ഇത് തുറക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന എന്താണ്? ക്ഷമിക്കാൻ പഠിക്കും. പിന്നെ ചിന്തകൾ മാറാൻ തുടങ്ങും, നിരൂപണങ്ങൾ മാറാൻ തുടങ്ങും, വിശ്വാസം മാറാൻ തുടങ്ങും, ധാർമ്മികത മാറാൻ തുടങ്ങും, കോൺഷ്യസ് മൈൻഡ് മാറാൻ തുടങ്ങും. എല്ലാറ്റിലും മാറ്റം വരുമോ? ഇത് മാറ്റം ഉണ്ടാക്കുന്നതാണോ? ദാഹിക്കുന്നവൻ വിശ്വസിക്കുമ്പോൾ ജീവനാൽ തുറക്കുന്നതാണോ? ജീവനാൽ തുറക്കുന്ന.
അപ്പൊ അതിന് ആദ്യം എന്തുണ്ടാകണം? ദാഹം ഉണ്ടാകണം. എനിക്ക് യേശുവിനെ പോലെ ആകണം, എനിക്ക് ജയാളിയാകണം, എനിക്ക് ദൈവം ആഗ്രഹിച്ച മേഖലകൾ നിവർത്തിക്കപ്പെടണം. എന്നെ ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അപ്പൊ ആ ലക്ഷ്യം നടക്കണമെങ്കിൽ എന്റെ സ്വഭാവത്തെ മൊത്തം പൊളിക്കണം. ആമേൻ. ഇത് നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ച് പണിയപ്പെടാത്തതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലുള്ള സകല പ്രശ്നത്തിനും കാരണം. ഈ പ്രശ്നം വന്നാലേ നിങ്ങൾ ഇത് പഠിക്കുള്ളൂ. കർത്താവേ കൃപ. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നമല്ലേ നിങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് ഇരുത്തിയേ? മര്യാദയ്ക്ക് നിങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചിരുന്നെങ്കിലോ? കർത്താവേ മര്യാദയ്ക്ക് എന്നെ കർത്താവേ എന്നെ ശരിയായെന്ന് വളർത്തണമെന്ന് ആദ്യം പ്രാർത്ഥിച്ചിരുന്നെങ്കിലോ? ഓക്കെ, ഞാനപ്പോ ഇവിടെ ഈ ഭാഗം നിർത്തുകയാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ജീവനിൽ നിങ്ങൾ വളരാൻ തുടങ്ങിയാൽ, ഞാൻ ഒരു വാക്കോട് പറഞ്ഞ് വായിച്ചു നിർത്താം, സമയം പോയി. ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് എത്തിയില്ല കേട്ടോ. നമുക്ക് ദൈവാനുവദിച്ച നാളെ രാത്രി നോക്കാവേ, നാളെ വൈകിട്ട് നമുക്ക് നോക്കാം. പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് നിങ്ങൾ വന്ന് പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 6-7 വാക്യം വായിച്ച് ഞാനതോട് വായിച്ച് നിർത്താം. പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 6-7 വാക്യം. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാ വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്യയിൽ എത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ഓക്കെ, പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 6-7 വാക്യമാണ് വായിച്ചത്. ഇത് പരിശുദ്ധാത്മാവ് ഇവരുടെ അകത്ത് ചെയ്യുന്നൊരു പ്രക്രിയയല്ലേ? പരിശുദ്ധാത്മാവിന്റെ അകത്തിരുന്ന് നിങ്ങളെ വിലക്കുവോ? അപ്പൊ ജീവനിൽ വളർന്നവർ എവിടെ പോകണം, എവിടെ പോകരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത്, ഇങ്ങനെ ആത്മാവ് നിങ്ങളെ വിലക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ആത്മാവ് വല്ലപ്പോഴും വിലക്കിയിട്ടുണ്ടോ? പണ്ടെപ്പോഴെങ്കിലും? ഉണ്ട്. ഇപ്പൊ വിലക്കാറില്ലല്ലോ. ഉണ്ടെന്നോ ഇല്ലെന്ന് പറ. ഉണ്ട്. പണ്ട് വിലക്കാറുണ്ടായിരുന്നു, ഇപ്പൊ വിലക്കാറുണ്ടോ? ഇപ്പോഴും ഒരാള് മാത്രം പറഞ്ഞു ഇപ്പൊ വിലക്കാറുണ്ടെന്ന്, ബാക്കി 42 പേരെയും വിലക്കാറില്ല. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് ആദ്യമൊക്കെ വിലക്കി നോക്കി. വിലക്ക് നമ്മൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എനിക്കിപ്പോ നേരമില്ല, എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ, ഇങ്ങനെ ശരിയാകണമെങ്കിൽ ഞാനിത് പറയാതെ ഇങ്ങനെ ശരിയാവുകയില്ല. ദൈവാത്മാവിന്റെ വിലക്കലുകൾക്ക് വിധേയപ്പെടുവാൻ നാം ജീവനിൽ വളരണം. നാം അവന്റെ സ്വഭാവത്തിൽ വളരണം. ഓക്കെ, ഞാനിപ്പം ഇന്ന് തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നോ, എന്തെങ്കിലും പ്രയാസം വന്നോ? അപ്പം ഒറ്റ വാക്ക് മനസ്സിലാക്കുക, ജീവൻ നിങ്ങളിൽ നിന്ന് തുറക്കുമ്പോൾ 2 റിസൾട്ട് ഉണ്ടാകും, 2 എഫക്റ്റ് ഉണ്ടാകും. ഒന്ന്, നിങ്ങളിൽ മരണം നടക്കും. 2, നിങ്ങളിൽ നിന്ന് അവന്റെ ജീവൻ തുറക്കും, അവന്റെ റിസറക്ഷൻ തുറക്കും. അവിടെയാണ് മരിച്ചവർ ഉയർക്കുന്നത്, അവിടെയാണ് നിഴൽ തട്ടി രോഗി സൗഖ്യമാകുന്നത്, അവിടെയാണ് അടിമത്തങ്ങൾ പൊളിയുന്നത്, അവിടെയാണ് ദേശങ്ങൾ വിടുവിക്കപ്പെടുന്നത്, അവിടെയാണ് നിന്റെ കടഭാരം മുഴുവൻ മാറുന്നത്, നിന്റെ ജീവിതം മുഴുവൻ പണിയപ്പെടുന്നത്, നിന്റെ ജീവിതം മുഴുവൻ ശരിയാകുന്നത് അവന്റെ ജീവനിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി തുറക്കുമ്പോഴാണ്. അത് തുറക്കണമെങ്കിൽ നിന്നിൽ മരണം നടക്കണം. അത് ജീവന്റെ അടുത്ത എഫക്റ്റ് ആണ്. അപ്പൊ ജീവൻ നിന്നിൽ അനുസരണം തുറന്നാൽ, ജീവൻ നിന്നിൽ മരണം തുറന്നാൽ, നിന്നെ മരിപ്പിക്കാൻ നീ അനുവദിച്ചാൽ, പിന്നെ നിന്നിൽ തുറക്കുന്ന പുനരുദ്ധാനായിരിക്കും. അത് തുറന്നാൽ നിന്റെ കുടുംബം ഒരു സൂപ്പർ നാച്ചുറൽ തലത്തിലേക്ക് കയറാൻ തുടങ്ങും. അത് തുറന്നാൽ നിന്റെ ഭവനത്തിൽ ഗ്ലോറി റിലം ഇറങ്ങി വരാൻ തുടങ്ങും. അത് തുറന്നാൽ നിന്റെ ഭവനത്തിൽ ഇല്ലാത്തവ ഉണ്ടാകാൻ തുടങ്ങും. അത് നിന്റെ ഭവനത്തിൽ തുറമായി ഉള്ളവനെ പെരുപ്പിക്കാൻ തുടങ്ങും. ഒന്ന് നന്ദി പറയാമെങ്കിൽ പറഞ്ഞ കർത്താവിന് അങ്ങനത്തെ ഒരു തല നമ്മിൽ വെളിപ്പെടാൻ തുടങ്ങും. അപ്പൊ സത്യത്തിൽ നിന്റെ തടസ്സം നമ്മുടെ ഹൃദയം മാറാത്തതല്ലേ? അതെ. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ഈ 4 പാർട്ടുകൾ, ഈ 4 മേഖലകൾ ഹീലാകാത്തതല്ലേ കാരണം? അതെ. അതോ നമ്മളിനകത്ത്, ഞാൻ എബ്രായ ഭാഷ പഠിക്കുന്നുണ്ട്, അത് അർത്ഥം മനസ്സിലാക്കാനാണ്. എബ്രായ ഭാഷാ നൈപുണ്യം ഇല്ലാത്തത് കൊണ്ടാണോ നമ്മളിവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്? അല്ല. അതോ ഞങ്ങൾക്ക് വചന പഠനമില്ല എന്ന് വെച്ചാൽ പാസ്റ്റർ പോലെ പഠനം ഞങ്ങൾക്കില്ല. പാസ്റ്റർ പോലെ പഠനം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അത് എനിക്കല്ലേ അറിയുള്ളൂ.
അപ്പൊ ഭാഷ പോലെ പഠനം ഉണ്ടായിട്ടോ ഭാഷാ പഠനമോ കഴിവുകളോ സമ്പത്തോ ഒന്നുമല്ല നിങ്ങളെ യേശുവിനെ പോലെ ആക്കുന്നത്. ആമേൻ. നിങ്ങൾ യേശുവിനെ പോലെ ആക്കുന്നത് നിങ്ങളുടെ ആത്മാവിൽ തുറക്കുന്ന ജീവനാണ്. അതിന് ഏക തടസ്സം നിങ്ങളുടെ ഹൃദയമാണ്. ആമേൻ. 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 നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ ആമേൻ. ദൈവത്തിന്റെ വചനത്തിന് മുന്നിൽ ഇരിക്കാൻ പഠിച്ചാൽ ഞാൻ ഹല്ലേലൂയ. നിർമ്മല ജലം നിങ്ങളുടെ മേൽ തളിച്ച് ഞാൻ ആമേൻ. നിങ്ങൾക്ക് പുതിയ ഹൃദയം പകർന്ന് ഞാൻ എന്റെ ആമേൻ. ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്ന് ഞാൻ നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം മാറ്റി ഞാൻ നിങ്ങൾക്ക് മാംസലമായ ഒരു ഹൃദയം തന്ന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ അകത്ത് പകർന്ന് ഞാൻ നിങ്ങൾ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇത് മുഴുവൻ ദൈവം നിങ്ങളിൽ ചെയ്യാൻ റെഡിയാണ്. ദൈവം നിങ്ങളെ ചെയ്യാൻ റെഡിയാണ്. ഇത് ദൈവം ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങളൊരു സമർപ്പണത്തിലേക്ക് വരാമെങ്കിൽ നിങ്ങൾ ജീവന്റെ അനുസരണത്തിലേക്ക് വരാൻ റെഡിയാണെങ്കിൽ കർത്താവ് ഇത് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. ആമേൻ. ഒരാമയം പറഞ്ഞ കർത്താവ് 1 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം കേട്ടോ. ഈ തല നിങ്ങളുടെ മേൽ തുറന്നു വരാനായിട്ട് 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോകണം കേട്ടോ. അപ്പൊ നോക്കിയോ, ഇത് ഒരു ദിവസം കൊണ്ട് മടക്കുകയില്ല. എങ്ങനെ മടക്കുകയില്ല? ഒരു ദിവസം കൊണ്ട് നടക്കുകയില്ല. പക്ഷെ നിങ്ങളുടെ അകത്ത് നടക്കുന്നുണ്ടോ? ഓരോ ദിവസവും ഇത് വർദ്ധിക്കുന്നുണ്ടോ? ഉവ്വ്. അതൊക്കെ ഇന്നലെ ഉണ്ടായത് ഇന്ന് കുറഞ്ഞോ? ഉവ്വ. വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കുറയാൻ സാധ്യതയുണ്ടോ? ഇന്നലെ പണിയപ്പെട്ടത് ഇന്ന് കുറയാൻ സാധ്യതയുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ ഇത് കുറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സമർപ്പിതരായിട്ട് സൂക്ഷ്മതയോടുള്ളവരായിരിക്കണ്ടേ? യെസ്. വേണം വേണം. വേണം. അപ്പൊ നമ്മുടെ ലൈഫ് ഒന്നും കൂടെ നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി സൂക്ഷ്മതയുള്ളവരായി നിങ്ങളുടെ ആമേൻ. ലക്ഷ്യം മുന്നിൽ അറിവുള്ളവരായി ആമേൻ. എന്തിനേയും നിങ്ങൾ ഈ ജീവനാൽ ജയിക്കുന്നവരായിരിക്കണ്ടേ? ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ വീട്ടിൽ എന്നൊരു വാക്ക് സംസാരിക്കേണ്ടി വരുമെങ്കിൽ നിങ്ങൾ ഈ പരിജ്ഞാനത്തിൽ വേണ്ട സംസാരിക്കാൻ. യെസ്. അതെ. നിങ്ങളുടെ കൊച്ചിന്റെ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ ഈ പരിജ്ഞാനത്തിൽ വേണ്ട സംസാരിക്കാൻ. അതെ. യെസ്. ഈ ജീവൻ അതിനെ ഇടപെടാൻ നിങ്ങളെ പഠിപ്പിക്കുമോ? യെസ്. പഠിപ്പിക്കും. അപ്പൊ ഇന്ന് വരെ വളർന്ന ജീവനിൽ ഒരു അനുസരണമുണ്ട്. ആ അനുസരണം നാളെ വെളിപ്പെടുത്തിയാൽ നിങ്ങൾ അടുത്ത തലത്തിലേക്ക് ജീവനിൽ വളരും. ആമേൻ. ഈ ചിലരെ കുഴപ്പമെന്നറിയോ, ഇന്ന് വരെ അവര് ജീവനിൽ വളർന്നു, എന്നിട്ട് അവർ 1-ാം ക്ലാസ്സിലുള്ള പ്രശ്നം പിന്നെ നാളെ ഉണ്ടാക്കും. ഈ തുറമ ജീവൻ മുഴുവൻ കെട്ടുപോകും, പിന്നെയും കല്ലായുള്ള കൃതിയായി മാറി. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നിങ്ങളെ മുറിപ്പിക്കുന്നവർ മുഴുവൻ നിങ്ങളെ വളർത്താൻ വേണ്ടി ദൈവം അനുഭവിച്ച് മുറിപ്പിക്കുന്നവർ. എന്താ വളർച്ച? നിങ്ങളെ മരിക്കാൻ പഠിപ്പിക്കുക. ഈ യേശുക്രിസ്തുവിനെ എല്ലാരും കൂടെ കൊന്നപ്പോ യേശുവിനെ എല്ലാവരോടും ദേഷ്യം വന്നോ? മിണ്ടുന്നേ ഇല്ല. ഇല്ല. യേശുവിന്റെ അകത്ത് ഉറപ്പാണ്, നിങ്ങൾ എന്നെ കൊന്നോ, നിങ്ങൾക്ക് കൊല്ലാൻ പറ്റാത്തൊരു ശരീരത്തിൽ ഞാൻ ഉയർത്തി നിൽക്കും. ആമേൻ. ഹല്ലേലൂയ. കൊല്ലുന്നവർക്കായി സ്തോത്രം പറയുക, നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്തവർക്കായി സ്തോത്രം പറയുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ല. നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ നിങ്ങൾ തെറ്റാണ്, നിങ്ങൾ ദുരുപദേശകനാണ്, നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മാനസികമായി തകർക്കുന്നവരെ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവരാണ് എന്നെ മരിപ്പിക്കാൻ പഠിപ്പിക്കുന്നത്. Praise the Lord. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മരണം നടന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ നിശബ്ദരാകുക. ആമേൻ. നിങ്ങൾ സന്തോഷത്തോടെ നിശബ്ദരാകുക. അപ്പോഴും അവരെ സ്നേഹിക്കുക. നിങ്ങളെ ആമേൻ. കൊല്ലുന്നവരെ സ്നേഹിക്കുക. ആമേൻ. Hallelujah. നിങ്ങൾ സഹോദരനാണെങ്കിൽ, നിങ്ങളെ കൊല്ലാൻ വരുന്ന സഹോദരനാണെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൂടെ കൊടുത്തിട്ട് വിട്ടേക്കുക. Amen. ആമേൻ. നിങ്ങളെ കൊല്ലുന്നവർക്കായി സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ സകല പ്രശ്നം ഉണ്ടാക്കുന്നവർക്കായി സ്തോത്രം. അപ്പൊ നിങ്ങളുടെ അകത്ത് ഇറിറ്റേഷൻ മാറി, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അകത്ത് ജീവനാലുള്ള മരണം മടക്കാൻ തുടങ്ങും. ആമേൻ. മരണം മടക്കും തോറും ലൈഫ് തുറന്നിരിക്കും. ആമേൻ പറ, ഉറച്ച ആമേൻ പറ. മരണം മടക്കും തോറും ലൈഫ് തുറന്നിരിക്കും. മരണം മടക്കും തോറും പുനരുദ്ധാനം തുറന്നിരിക്കും. ഒരു മിനിറ്റമായി കൺമുട്ടിട്ട് പ്രാർത്ഥിച്ചു. 1 മിനിറ്റമായി കൺമുട്ടിട്ട് പ്രാർത്ഥിച്ചു. ശാപന 1 മിനിറ്റമായി കൺമുട്ടിട്ട് പ്രാർത്ഥിച്ചു. മരണം മടക്കും തോറും ജീവൻ തുറന്നിരിക്കും. മരണം മടക്കും തോറും പുനരുദ്ധാനം തുറന്നിരിക്കും. ശാപ ലഗത്തുരാപന 1 മിനിറ്റ് മൈക്കളെല്ലാം കൺമുട്ടിട്ട് പ്രാർത്ഥിച്ചു. മരണം മടക്കും തോറും നിങ്ങളുടെ ദേഹിലല്ലേ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി അങ്ങനെ മക്കൾ രൂപാന്തരപ്പെടട്ടെയപ്പാ. അങ്ങനെ മക്കൾ രൂപാന്തരപ്പെടട്ടെയപ്പാ. മനസ്സിനകത്ത് രൂപാന്തരം നടക്കട്ടെ. മനസ്സിനകത്ത് ജീവൻ നടക്കട്ടെ.
ആദ്യത്തെ ക്ലാസ്സിൽ കേട്ട എന്നോട് കുറെ പേര് പറഞ്ഞു ഭാഷ നല്ല ക്ലാസ്സിലാണ് ന്യൂ കവനന്റ്. പക്ഷെ ന്യൂ കവനന്റ് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്, നിങ്ങളുടെ പ്രതികരണം ഇല്ലാതാക്കുന്നതാണ്, നിങ്ങളുടെ ലക്ഷ്യത്തെ മാറ്റുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതാണ്. നിങ്ങളുടെ കർത്താവ് ഈ ജീവനിൽ വളർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജോലിയേക്കാൾ നിങ്ങൾക്ക് കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തി നിങ്ങളുടെ അകത്ത് നിറഞ്ഞു വരാൻ തുടങ്ങും. നിങ്ങളിൽ റിസലക്ഷൻ തുറക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പലരും ജോലി ഉപേക്ഷിക്കാൻ തുടങ്ങും കേട്ടോ. നിങ്ങൾ എന്നും ജോലി ചെയ്യില്ല. ഞാൻ ആദ്യമായിട്ട് ഈ പദം പറയുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഈ പദം പറയുന്നത്. ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഞാൻ ആദ്യമായിട്ട് പദം പറയുകയാണ്. നിങ്ങൾ എന്നും ജോലി ചെയ്യില്ല. മടിയന്മാരാകുന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം മാറും, റിസറക്ഷൻ ശക്തി തുറക്കും, കിങ്ഡം പ്രൊവിഷനുകൾ തുറന്നു വരും. നിങ്ങളെ ദൈവം ദൈവരാജ്യത്തിൽ ശുശ്രൂഷകന്മാരായി പ്രയോജനപ്പെടുത്താൻ തുടങ്ങും. എപ്പോൾ നിങ്ങളുടെ അകത്ത് വളർച്ച സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ അകത്ത് വളർച്ച സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ അകത്ത് മരണം നടക്കുമ്പോൾ, നിങ്ങളുടെ അകത്ത് മരണം നടക്കുമ്പോൾ ദൈവം നിങ്ങളെ ശുശ്രൂഷകന്മാരായി അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങും. ഞാൻ അവരായിട്ട് നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെ കൽപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവ് ഞങ്ങളുടെ അകത്ത്, കർത്താവ് ഞങ്ങൾ ഒരിക്കൽ ഞങ്ങൾ പാപത്തിന് ഞങ്ങൾ മരിച്ചു കർത്താവേ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിടാൻ ഞങ്ങളെ പാപം സംബന്ധിച്ച് മരിച്ചവരാക്കി അങ്ങയുടെ സഭയിൽ കൊണ്ടുവന്നല്ലോ. ഞങ്ങളുടെ അകത്ത് അങ്ങയുടെ ആത്മാവിൽ വളരാനായിട്ടുള്ള ദാനം തന്നല്ലോ. ഞങ്ങളുടെ അകത്ത് വരുത്തുന്ന വളർച്ചകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ആ ജീവൻ ഞങ്ങളുടെ അകത്ത് തുറക്കുമ്പോൾ അങ്ങയുടെ മക്കളുടെ അകത്ത് മരണം നടക്കട്ടെ. ഇവർ അവരുടെ ഭവനങ്ങളിൽ, ഇവരകത്ത് ഇവരുടെ ഭവനങ്ങളിൽ, ഇവരുടെ ദേഹിക്കകത്ത് മരണം നടന്നവരാണെന്ന് വാക്കുകളിലൂടെ, ഇവരെ ഇടപെടലുകളിലൂടെ, ഇവരെ സംസാരങ്ങളിലൂടെ, ഇവരുടെ പ്രവർത്തികളിലൂടെ അത് തെളിയുന്ന ഒരു സീസണായി മാറട്ടെ കർത്താവേ. തുടർന്ന് അവരുടെ മേൽ അങ്ങ് തുറക്കുന്ന മഹത്വത്തിനായി സ്തോത്രം, ജീവനായി സ്തോത്രം, പുനരുദ്ധാരണത്തിന്റെ ശക്തിക്കായി സ്തോത്രം. ഇല്ലാത്തത് ഉളവായി വരട്ടെ, ഇവർ പ്രകൃത്യാതീതമായി കാണട്ടെ അപ്പാ. മഹത്വം ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും കൂടെ ഇന്നും എന്നേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. ശലോം. ശലോം. സന്തോഷ